യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോവേൽ 2:27. അതിങ്ങനെയാണ് പറയുന്നത്: ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനും ഇല്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ആമേൻ, സ്തോത്രം. എത്ര നല്ല വാഗ്ദത്ത വചനം ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് നൽകി തന്നത്. ഇവിടെ ദൈവം പറയുക, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ഈ ജനം ലജ്ജിച്ചു പോകത്തില്ലെന്ന് ഈ പറഞ്ഞ വ്യക്തി ആരാ? സാധാ ഒരു മനുഷ്യനല്ല, ദൈവം നേരിട്ട് പറയുക. ആരോടാ പറയണേ? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്നിട്ട് പറയുക, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ ദൈവമായും നമ്മൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നിടത്തോളം ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്: നിങ്ങൾ എന്റെ ജനമാ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ മാനുഷികമായി നമ്മുടെ ജീവിതങ്ങളെയും പ്രശ്നങ്ങളെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോവും, കർത്താവേ, ഇപ്പോൾ എന്റെ മുഖം ലജ്ജിച്ചിരിക്കുക, ഞാൻ ആകെ ലജ്ജിതയാ, ഞാൻ ആകെ ഈ വിഷയത്തിന്റെ മുമ്പിൽ സങ്കടപ്പെടുക, ഭാരപ്പെടുക, പ്രതീക്ഷ ഒന്നും ഇല്ലാത്തവനെ പോലെ ഞാൻ ആയിരിക്കുക. പരിശുദ്ധാത്മാ പറയുക, എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു? ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ ദൈവത്തിന് പറ്റാത്തത് കൊണ്ടല്ല. ദൈവം പറയുക, എന്റെ കൈ കുറുകി പോയിട്ടില്ല, ചെയ്യാൻ പറ്റാതെ വണ്ണം, കേൾക്കാൻ കഴിയാതെ വണ്ണം, ചെവി മന്ദമായിട്ടുമില്ല. പക്ഷെ എവിടെയോ എന്തോ ഒരു തടസ്സം നിൽക്കുകയാ. ലജ്ജിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഇന്ന് മുമ്പിൽ വന്നേക്കുക. പക്ഷെ അത് എന്തുകൊണ്ട് എന്ന് ഇന്ന് പരിശുദ്ധാത്മാ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കാം. അതിന് തന്നെ ആ 2-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് യോവേൽ പ്രവാചകനെ കൂടെ ദൈവം ഇത് തന്റെ ജനത്തെ അറിയിച്ചു, ജനം ഒരു നാള് ലജ്ജിച്ചു പോകുകയില്ലെന്ന്. അപ്പൊ ലജ്ജിച്ചു പോയി എന്ന് ചിന്തിച്ച ഒരു ജനമാ. ആ ജനത്തോടാ യോവേല് പറയുന്നത്, എന്റെ ജനം ലജ്ജിച്ചു പോകത്തില്ലെന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഇവർക്ക് നേരിട്ട ലജ്ജ? എത്ര കൂട്ടം കാര്യങ്ങളുണ്ടെന്ന് ഞാനൊന്ന് വായിച്ച് പെട്ടെന്ന് കേൾപ്പിക്കാം. അതിന് 1-ാം അധ്യായത്തിൽ വരുമ്പം യോവേൽ പ്രവാചകൻ മുഖാന്തരം പറയുന്ന ഒരു വാക്കുണ്ട്: നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അവിടെ നടന്ന കാര്യം എന്താ? ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആ ദേശത്ത് നടക്കുക. എന്താണെന്നറിയാവോ? 4-ാം വാക്യത്തിൽ പറയുക, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇന്ന് ചിലരുടെ അവസ്ഥ അതാ. ഒന്ന് നേരെയാക്കി വരുമ്പം നമ്മൾ പറഞ്ഞില്ല, ഒരു ചക്രം താഴത്ത് ചവിട്ടി താക്കുമ്പോ അടുത്തത് നമ്മുടെ നേരെ വന്നേക്കാം. ഒന്ന് താഴ്ത്തി വരുമ്പോ അടുത്ത പ്രശ്നം നേരെയുണ്ട്. ചിലരങ്ങനെയാണ്, ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലോട്ട്, ആ പ്രശ്നത്തിന്റെ കുരി കഴിക്കുമ്പോൾ അടുത്ത പ്രശ്നത്തിലോട്ട്. പക്ഷെ പരിശുദ്ധാത്മാ ഇവിടെ പറയുന്ന കാര്യം, ചിലര് ഇങ്ങനെ നഷ്ടങ്ങൾ മാത്രം കണക്ക് പറയാനുള്ളൂ. വെട്ടിക്കിളി തിന്നു, പച്ചപ്പുഴു തിന്നു, തുള്ളൻ തിന്നു, ഇത് മാത്രമേ പറയാനുള്ളൂ. ഒന്നും ലഭിച്ചതായിട്ടില്ല. അത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല. താഴോട്ട് പറയുന്നുണ്ട്, 7-ാം വാക്യത്തിൽ പറയുക, മുന്തിരിവള്ളിയെ ശൂന്യമാക്കി അത്യവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. എല്ലാ മേഖലയിലും ഇത് കയറി ബാധിച്ചിട്ടുണ്ട്. മനസ്സിലാകും? നന്മകളെ തിന്നു കളയുന്ന ചിലത് ഫലം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു വെച്ചതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോവാം. ഞാൻ ഈ മുന്തിരിവള്ളി ശൂന്യമായി അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു, തലമുറയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാ. തലമുറ അല്ലെ? നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും അല്ലെ? ഭാര്യ എങ്ങനെയാ? ഭാര്യ എങ്ങനെയാന്ന് പറഞ്ഞേ? മുന്തിരി പോലെ. അപ്പം ചില കുടുംബങ്ങളിൽ അവിടെ പറയുക, മുന്തിരിവള്ളിയെ ശൂന്യമാക്കി. ചില കുടുംബ ബന്ധങ്ങളിൽ ശൂന്യത ഇന്ന് നേരിടുക. ശൂന്യത. കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളാ. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, കുഞ്ഞുങ്ങൾ ഭവനങ്ങളുടെ ഉള്ളിൽ ഇല്ല, അവർ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. അനേകം മാതാക്കൾ ഈ ദിവസങ്ങൾ എന്നെ വിളിക്കുമ്പോൾ പറയുന്ന ഒരു പ്രശ്നമാണ്, വീട്ടിൽ നിന്ന് ദേഷ്യം വരുമ്പോൾ മക്കൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. തിരിച്ചു വരുമോ എന്നുള്ള പേടിച്ചിരിക്കുന്ന അമ്മമാര്. മക്കള് തന്നിഷ്ടം കാണിക്കുന്നു, ധിക്കാരം കാണിക്കുന്നു, കരയുന്ന ഒരുപറ്റം അമ്മമാർ ദേശങ്ങളുടെ പല ദേശങ്ങളിൽ ഇരിപ്പുണ്ട്. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാക്കൾ കാണും, തലമുറകളുടെ കാര്യം ഓർത്ത് വേദനിക്കുന്ന ഹല്ലേലൂയ മാതാക്കൾ. പരിശുദ്ധാത്മാ പറയുക, ശൂന്യമാ. നോക്കുമ്പോ ശൂന്യതയാ, ഒടിച്ചു കളഞ്ഞതുപോലെ തോന്നുകയാ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തോന്നുകയാ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാ പറയുന്ന ഒരു കാര്യം, ഇതിനൊക്കെ ഈ ലജ്ജയൊക്കെ നേരിട്ട് നിൽക്കുന്ന ജനത്തോട് പറയാ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എന്റെ ജനമാ, നിങ്ങൾ ഒരു നാളും ലജ്ജിക്കത്തില്ല. പക്ഷെ നമ്മള് സാഹചര്യത്തെ നോക്കുമ്പോ പറയുന്നത്, ദൈവമേ ഇപ്പൊ കാണുന്നില്ലേ, മൊത്തം ശൂന്യതയാ, ഒന്ന് മാറി എനിക്ക് പ്രശ്നങ്ങളാ, ലജ്ജിച്ചു പോകുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ദൈവം അങ്ങ് എന്തുകൊണ്ട് പറഞ്ഞു ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന്? ഈ 1-ാം അധ്യായവും 2-ാം അധ്യായം ഞാൻ വായിച്ച കുറിവാക്യത്തിന്റെ ഇടയ്ക്ക് തന്നെ അത് എന്തുകൊണ്ട് സംഭവിച്ചുവെന്നും അതിനുള്ള പ്രതിവിധിയും അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അവിടെ താഴോട്ട് ഈ ഒന്നാം അധ്യായത്തിന്റെ താഴോട്ട് പറയുമ്പോൾ 10-ാം വാക്യത്തിൽ പറയുക, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിപ്പിച്ചും പുതുവീഞ്ഞ് പറ്റിയും എണ്ണ ക്ഷയിച്ചു പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. ഇന്ന് ചിലരുടെ അവസ്ഥയാ. കുടുംബത്തിനകത്തെ ശൂന്യത ഓരോ ദിവസവും കൂടുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നറിയാവോ? ദുഃഖം കൂടി വരിക. ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കയറുമ്പോഴും പ്രതീക്ഷയാ, ഇന്നത്തെ ഉപവാസം കഴിയുമ്പോൾ എന്റെ വിഷയത്തിന്മേൽ ഒരു വിടുതലാണ്, ഇന്നത്തെ ഉപവാസം കഴിയുമ്പോൾ എന്റെ ശൂന്യത മാറും, ഇന്നത്തെ ഉപവാസം കഴിയുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമായി. എന്നാൽ ഉപവാസ പ്രാർത്ഥനകൾ ഇങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ 100 ചോദ്യം, കർത്താവെ എന്തുകൊണ്ടാ ഞാൻ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും പങ്കെടുത്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കേൾക്കാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. ഉത്തരം ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഞാനിതെല്ലാം വായിക്കുന്നില്ല, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നില്ല. 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആനന്ദം മനുഷ്യരെ വിട്ടു മാഞ്ഞുപോയി. ആനന്ദം പോയി, ദുഃഖമാ. വീട്ടിന്റെ ഏത് സാഹചര്യം, ഭാര്യ ഭർത്താവിനെ നോക്കിയ ദുഃഖം, ഭാര്യയും ഭർത്താവ് മക്കളെ നോക്കിയ ദുഃഖം, ഇങ്ങനെ എല്ലാം കൊണ്ടും വിഷമിച്ച് തളർന്നിരിക്കുന്ന ജനത്തെ നോക്കി ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, ഇതിനുള്ള പ്രതിവിധി ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യോവേൽ പ്രവാചകനെ കൂടെ പറയുക, 14-ാം വാക്യത്തിൽ പറയാം, ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ, യഹോവയോട് നിലവിളിപ്പീൻ. അപ്പൊ നിങ്ങൾ സിസ്റ്റർ, ഞങ്ങൾ നിലവിളിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്, ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും നിലവിളിച്ചിട്ടും ദൈവം മറുപടി തരുന്നില്ല. അതിനൊരു കുഴപ്പമുണ്ട്. 2 തരം നിലവിളിയുണ്ട്. ഒന്ന്, നമ്മളുടെ വിഷയത്തെ മാത്രം നോക്കി അതിനൊരു വിടുതൽ വേണമെന്ന് മാത്രം ആഗ്രഹിച്ച് വിളിക്കുന്ന ഒരു നിലവിളിയും, 2, ഇതിന്റെ കാരണം കണ്ടുപിടിച്ചുള്ള നിലവിളി. അതായത് ഇത് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വന്നു എന്നുള്ള കാരണം കണ്ടുപിടിച്ചിട്ടുള്ള നിലവിളി. മിക്ക ആൾക്കാരുടെയും പ്രശ്നം, ഞാൻ പറഞ്ഞില്ല, ഒത്തിരി പേര് വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പലർക്കും വേണ്ടത് വിഷയത്തിന് വിടുതൽ മതി. അതായത് ഇന്ന വിഷയം വിടുതൽ മതി. പക്ഷേ കാരണം ഒന്ന് കണ്ടുപിടിക്കാനോ അതിന്റെ മേലുള്ളൊരു പ്രതിവിധി ചെയ്യാനോ തയ്യാറല്ല. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളോട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രതിവിധി ദൈവം പറഞ്ഞു തരും, അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിടുതൽ ഉറപ്പാ. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും കൂടെ പറയുന്നത്, അനുസരണം ഒരു ദൈവ പൈതലിന് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അനുസരിക്കുന്നത് ഈ യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒറ്റ പ്രതിവിധിയെ പറഞ്ഞിട്ടുള്ളൂ, അത് ഉപവാസം പ്രസിദ്ധപ്പെടുത്താനാ പറയുന്നത്. എന്താണ് ഉപവാസം? ഇന്ന് ഇപ്പം 40 ദിവസം ഇരിക്കുന്നു, അല്ലെ 21 ദിവസം ഇരിക്കുന്നു, 3 ദിവസം ഇരിക്കുന്നു. സിസ്റ്റർ, ഉച്ച വരെ ഞങ്ങൾ ഉപവാസം, ഭക്ഷണം കഴിക്കുന്നില്ല, അതാണോ ഉപവാസം? അതല്ല ഉപവാസം. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപവാസത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പലർക്കും എടുക്കുമ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ശരിക്കും എന്താ ഉപവാസം? അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പോയി വചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ലഞ്ചിന് ഇരുന്നപ്പോ ഞാൻ ആ ദേവദാസനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം ആ ദേവദാസൻ പറഞ്ഞൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഞാനപ്പോ ആ ദേവദാസനോട് പറഞ്ഞു, ഞാൻ ഈ അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്ത് ഞാൻ പറയൂന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞോളാം, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ വാക്ക്. അതേ ഉപവാസത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്കിതാ ഡെഫിനിഷൻ. അതിങ്ങനെയാ പറഞ്ഞത്, 2 പേർ, വളരെ സ്നേഹമുള്ള 2 പേർ, അവർ ഒരുമിച്ച് ഇരിക്കുമ്പോൾ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. അതാ ഉപവാസം. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് 2 പേർക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹമുള്ള 2 വ്യക്തികൾ ഒരുമനപ്പെട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. എനിക്ക് ആ ഡെഫിനിഷൻ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് നമ്മൾ നേരെ തിരിച്ചല്ലേ? നമ്മുടെ ഉപവാസത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. രാവിലെ നാളെ ഉച്ച വരെ ഉപവാസം എന്ന് പറയുന്നത് 12 മണി വരെയോ 1 മണി വരെയോ? നമ്മൾ ആ 1 മണി വരെ എങ്ങനെയാ വലിച്ചു നീട്ടുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉച്ചയ്ക്ക് ഒരു 11 ആകുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നും, ഭക്ഷണം ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ ഇനി 2 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യണം, ഉച്ച വരെ എന്നാ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ജഡത്തിന് ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കണമെന്നാ, പക്ഷെ ആത്മാവ് പറയും ഇല്ല, ഉപവസിക്കണം. അപ്പം ജഡത്തെ ഒന്ന് ജയിക്കാൻ വേണ്ടി കൂടെ ഉപവാസത്തെ ദൈവം നമുക്ക് തന്നേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലോകം, ജഡം, പിശാച്, ഇവ 3 നമുക്ക് എതിരാ, ശത്രുവാ. ഇവയെ 3നെ ജയിക്കാനാണ് ദൈവം നമുക്ക് ഉപവാസം എന്ന് പറയുന്ന ഒരു വലിയ ആയുധത്തെ തന്നു. എനിക്ക് പലപ്പോഴും എന്റെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്, ഉപവാസം എന്ന് പറയുന്നത് വെറും ഒരു പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയായിട്ട് ആരും കാണില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഉപവാസം എന്നാൽ എന്തെന്ന് തോന്നുന്ന ഇതാണ്. ഞാൻ ഉപവാസം എടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഒരു യുദ്ധം പ്രഖ്യാപിക്കുക. ഒരു യുദ്ധം. ആരോട്? ശത്രുവിനോട്. നമ്മൾ ഉപവാസം എടുക്കാൻ തീരുമാനിക്കുമ്പോൾ
അത് യഥാർത്ഥമായി ദൈവത്തിന്റെ ഹിതമാണെന്നുള്ള ആദ്യത്തെ തെളിവ് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി എടുക്കാൻ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ നോക്കിയാൽ മതി. സിസ്റ്റർ, ഞാൻ ഉപവസിക്കാൻ തീരുമാനം എടുത്തപ്പോ തന്നെ പ്രശ്നം അങ്ങോട്ട് ഗുരുതരമായി. അപ്പോഴേ ഓർത്തു അത് ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം എന്നറിയോ, പിശാചിന് മനസ്സിലായി ഈ വ്യക്തി ഉപവസിച്ചാൽ വിഷയത്തിന് വിടുതലാവും. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ, നമ്മളെ കൊണ്ട് ഉപവസിപ്പിക്കാതിരിക്കാൻ പോകും. എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ വഷളാക്കുമ്പോൾ ചിലരെന്ത് ചെയ്തു, അപ്പൊ തന്നെ ഗിവപ്പ് ചെയ്യും. മതി, ഇനി ഉപവാസം ഒന്നും വേണ്ട, ബൂസ്റ്റിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ശത്രു പറയും അതാണ് ഞാൻ ഉദ്ദേശിച്ചതും, അത് നടന്നെന്ന് പറയും. പകരം പ്രശ്നം വഷളാവുമ്പോൾ നമുക്ക് സന്തോഷം വരണം. ഞാൻ അങ്ങനെ, എനിക്ക് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പോരാട്ടോ എവിടുന്നെങ്കിലും എഴുന്നേക്കും, എനിക്കറിയാം ശത്രുവിന് ഇളക്കം തട്ടിത്തുടങ്ങി. അതായത് എന്റെ ആയുധം, ഞാൻ എടുത്ത ആയുധം പിശാചിന് കൊണ്ടു തുടങ്ങി എന്നുള്ള ആദ്യത്തെ സൈൻ കിട്ടും. എനിക്കറിയാം ഉപവാസം ദൈവ നിയോഗപ്രകാരം ഞാൻ ഇരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാ ശത്രു തിരിച്ച് യുദ്ധം ചെയ്തറിയും? ഇപ്പൊ നമുക്കറിയാം അമേരിക്കയും ഇറാനും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ചുമ്മാ ഒരാൾ രാവിലെ എഴുന്നിട്ട് ചുമ്മാ ഒരു ബോംബ് ഇടുവല്ലായിരുന്നു. ഭയങ്കര പദ്ധതി ഇതിന്റെ പിമ്പിലുണ്ട്, അല്ലെ? പക്ഷെ ഒരു രാജ്യത്തേക്ക് ഒരു ആയുധം വന്ന് വീണ് കഴിഞ്ഞാൽ ആ രാജ്യം വെറുതെ ഇരിക്കത്തില്ല. അവിടെ ആയുധം വന്നു അല്ലെങ്കിൽ അവർക്കിട്ട് ഒരു പണി കിട്ടിയെന്നുള്ളതിന്റെ തെളിവ് എന്താ? തിരിച്ചൊരു പണി അങ്ങോട്ട് കൊടുത്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങോട്ട് 2 ഇട്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് 4 എണ്ണം എന്ത് ചെയ്യും? അതെന്തിനാ? 2 ശത്രുക്കൾ തമ്മിലുള്ള ഒരു പ്രക്രിയ കാണിച്ചു തരിക. അപ്പം യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് ആത്മീക ഉപവാസം എന്ന് പറയുന്നത്. ആരുമായിട്ടാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്? പിശാചുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ കൂടെ വസിക്കുമ്പോൾ ദൈവം എന്നോട് കൂടെ ഇരിക്കും. ഞാൻ ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ ദൈവം ചില ദൂതുകൾ നമുക്ക് കൈമാറ്റം ചെയ്യും. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും ആ വിഷയത്തിന്റെ മേൽ എങ്ങനെ പുറത്തു വരണമെന്നും ദൈവം നമ്മളോട് പറയുന്ന ഒരു സമയമായി ഉപവാസം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഉപവാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയാ, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിയണം. എന്താ ഉപവാസം? ഉപവാസത്തിൽ ആദ്യം വേണ്ടത് പൂർണ്ണ ഹൃദയം വേണം. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? പൂർണ്ണ ഹൃദയം. 50-50 അല്ല. ചിലരുണ്ട്, ഭാര്യ പറഞ്ഞതുകൊണ്ട്, ഭർത്താവ് പറഞ്ഞതുകൊണ്ട്, അല്ലെ പാസ്റ്റ് പറഞ്ഞോടാ എന്നാ ഞാനും അങ്ങ് ഇരുന്നേക്കാം, നിങ്ങളൊക്കെ ഇരിക്കണോ, ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കുന്നില്ലേ, എന്നാ ഞാനും അങ്ങ് ഇരിക്കാം. ചിലർ അങ്ങനെ ഉപവാസം എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യ രാവിലെ ഒന്നും ഉണ്ടാക്കുന്നില്ല, എന്തുവാ രാവിലെ ചർച്ചിൽ പോകണം, ഇന്ന് ഉപവാസ ആണോ? മക്കൾ ഉപവാസ, എന്നാ ഞാനും അങ്ങ് ഇരിക്കാം. അതാണോ ഉപവാസം? ചിലർ അങ്ങനെ ഉപവസിക്കുന്നവരുണ്ട്. എല്ലാരും ഇരിക്കുക, വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാ ഞാനും ഉപവസിക്കാം. ഇതല്ല ഉപവാസം. ഉപവാസം എന്ന് പറയുന്നതിന് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ചുമ്മാ ചാടിക്കേറി എടുക്കേണ്ടതല്ല ഉപവാസം. ഉപവാസത്തിന് മുൻപ്, എന്ന് തൊട്ട് ഉപവാസം തുടങ്ങുന്ന ഉപവാസത്തിന് മുൻപ് ഉപവാസത്തിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ചുമ്മാ ചാടിക്കേറി എടുക്കരുത്. പട്ടിണി ഇരിക്കുന്നതല്ല ഉപവാസം. ഈ ഉപവാസം എന്താ പറയാ, വൃത്തിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കാര്യം മാത്രം എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഉപവാസം ആരോട് ചോദിച്ചാലും ആദ്യം പറഞ്ഞത്, ഞാൻ ഇത്ര ദിവസം 1 നേരം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ 2 നേരം കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം വെടിഞ്ഞിരിക്കും. അതല്ല ഉപവാസം. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ തെറ്റിദ്ധാരണ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നം, ഉപവാസം കഴിയും തോറും പ്രശ്നം ഗുരുതരമാവും. പക്ഷെ വ്യവസ്ഥ പ്രകാരം ഉപവാസം എടുത്തുള്ള ഗുണം ഞാൻ പറയാം. ഉപവാസം കഴിയുമ്പോൾ തന്നെ വിടുതൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റും. എന്താണ് വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം? ഇവിടെ പറയാം, പൂർണ്ണ ഹൃദയത്തോടാവണം. 2 കരച്ചിലുണ്ടാവണം. 3 വിലാപം ഉണ്ടാകണം. 4 ദൈവത്തിങ്കിലേക്ക് തിരിയണം. എന്താണ് കരച്ചിലും വിലാപവും ഒക്കെ നമ്മളെയൊക്കെ കാണിച്ചു തരുന്നത്? എന്താ കരച്ചിലും വിലാപവും? എവിടെയാ കരച്ചിലും വിലാപവും ഉണ്ടാവുന്നത്? നമ്മുടെ തെറ്റുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും ദൈവം. ഇന്ന കുറവുകളുണ്ടെന്ന്. അത് വരുമ്പോൾ നമുക്കൊരു അനുതാപത്തിന്റെ ഹൃദയം വരും. ഈ അനുതാപത്തിന്റെ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധി വന്ന്, കർത്താവേ, എന്റെ ജീവിതത്തിലെ പരാജയങ്ങളാണ് ഈ വന്നു പോയ പ്രശ്നങ്ങൾക്ക് കാരണം. എന്റെ പ്രാർത്ഥനാക്കുറവ്, എന്റെ ജീവിതക്കുറവ്, എന്നോട് ദൈവം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ ലംഘനം വന്നുപോയി. അത് ഏറ്റു പറഞ്ഞ് പാപമോചനം പ്രാപിച്ചുകൊണ്ട് ഞാൻ ഇരുന്നാൽ അതാണ് വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പലപ്പോഴും പട്ടിണി ഇരിക്കുന്നതിലേക്ക് അങ്ങ് ലഘൂകരിച്ചു ഉപവാസത്തെ. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് പങ്കെടുക്കാൻ. കാരണം എന്താണെന്നറിയോ, ഒരു വലിയ യുദ്ധം
യുദ്ധം ചെയ്യുന്ന സേനയോടൊപ്പം ഇരിക്കുന്നത്. ആരോട് യുദ്ധം ചെയ്യുന്നത്? ശത്രുവിനോട് ഫൈറ്റ് ചെയ്യുന്നു. ഇല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഉപവാസത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ എന്റെ പുതിയ എന്താ പറഞ്ഞ പഠന സബ്ജക്ട് എന്ന് പറയുന്നത് ഉപവാസം. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാക്യം ഒരു സഭയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി ഇങ്ങനെ വാക്യം ഇങ്ങനെ തപ്പിയെടുത്ത് ഒരു വാക്യത്തിന്റെ പെട്ടെന്ന് റെഫറൻസ് വേണം. ആ റെഫറൻസ് ഇങ്ങനെ കിട്ടാൻ പെട്ടെന്ന് ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത ആ വാക്യം. അത് വേറെ ഒന്നല്ല, മത്തായി 17:21. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ടു പോകത്തില്ല. ഞാൻ അതിങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ ഷോക്ക് ആയ ഒരു കാര്യം അതിന്റെ താഴോട്ട് എഴുതി വന്നു. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ മത്തായി 17:21 വാക്യം മലയാളം ബൈബിളിൽ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ലെന്ന്. അത് ആര് പറഞ്ഞതായിട്ടാണ് കൊടുത്തേക്കുന്നത്? യേശു പറഞ്ഞതായിട്ട്. എന്നാൽ ആ വാക്യം ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഗൂഗിളിൽ ഗൂഗിൾ തന്നൊരു ഇൻഫോർമേഷനാണ് ഞാൻ പറയുന്നത്. അവിടെ പറഞ്ഞേക്ക പല ഇംഗ്ലീഷ് ബൈബിളുകളിലും ഈ വാക്യം എടുത്തു കളഞ്ഞേക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി നോക്കാം. ഞാൻ പോയിരുന്നു തപ്പിയപ്പം KJV-യിലുണ്ട്, ബട്ട് പല അതർ ട്രാൻസ്ലേഷൻസിൽ 20 കഴിഞ്ഞ് 22 വാക്യമുള്ളൂ. ഇംഗ്ലീഷ് ബൈബിളിലെ കാര്യം പറഞ്ഞു, 21 വാക്യം ഇല്ല. അപ്പൊ ഞാൻ ഷോക്കായി പോയി. ഞാൻ പിന്നെ കയ്യിലിരുന്ന എല്ലാ ഇംഗ്ലീഷ് ബൈബിളും എടുത്ത് തപ്പി. ഞാൻ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കാണുന്നത് മത്തായി 17:21 വാക്യം ഇല്ല ബൈബിളുകളിൽ. മലയാളത്തിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് പിന്നെ ക്യൂരിയോസിറ്റി ആയി, അതെന്താ കാര്യം? അതിന്റെ റീസൺ എന്താ? വേറെ ഒരു വാക്യവും ബൈബിളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. പക്ഷെ ഇത് യേശു നേരിട്ട് പറഞ്ഞ വാക്കാ. എന്തുവാ? മക്കളെ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പോരാട്ടത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഉപവാസവും പ്രാർത്ഥനയും. ഇത് യേശു നേരിട്ട് പറയുക. ആരോട്? ശിഷ്യന്മാരോടാ പറഞ്ഞത്. ഏത് വിഷയത്തിന്റെ മുമ്പിലാ പറഞ്ഞത്? അവർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു ശുശ്രൂഷ അവർക്ക് പറ്റുമെന്ന് തോന്നിയിരുന്നു, പക്ഷെ പറ്റിയില്ല. മറ്റൊന്നല്ല, ഒരു ഭൂതഗ്രസ്തനായ ഒരു കുഞ്ഞിനെ വിടുവിക്കുന്ന കാര്യമാണ്. എന്നാൽ യേശു പറയുക, മക്കളെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറ്റുന്നില്ലെന്ന് ചോദിച്ചപ്പോ യേശു പറയാം, മക്കളെ നിങ്ങളുടെ സാധാ പ്രാർത്ഥന കൊണ്ടും സാധാ ജീവിതം കൊണ്ടും ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. ഒറ്റ കാര്യം ചെയ്യണം, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പക്ഷെ ഇന്നത്തെ പെന്തക്കോസ്ത് കോളത്തിന് പറ്റിപ്പോയ ഏറ്റവും വലിയ കുഴപ്പം എന്ന് വെച്ചാൽ, ഉപവാസം എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഈ ജഡം അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങും. എഴുന്നേറ്റിട്ട് പല എക്സ്ക്യൂസും പറയാൻ തുടങ്ങും. എന്റെ ലൈഫിലെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഉപവാസത്തെ കുറിച്ച് പഠിക്കാനുണ്ടായ ഒരു കാരണം അതാ. കാരണം പരിശുദ്ധാത്മ ചില സമയങ്ങളിൽ നമുക്ക് വ്യക്തമായ ഒരു നിയോഗം തരും ഉപവസിക്കാൻ. എനിക്കുണ്ട് അങ്ങനെ പല സമയങ്ങളിൽ. ഒരു കുഴപ്പമില്ലായിരിക്കും, പെട്ടെന്ന് പരിശുദ്ധാത്മ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നിയോഗം തരും, അടുത്ത ദിവസങ്ങളിൽ നീ അങ്ങ് ഉപവസിച്ചോണം. അപ്പൊ ഞാൻ നോക്കും, വിഷയമൊന്നും ഇല്ലല്ലോ, എന്തിനു വേണ്ടി ഉപവസിക്കണം? വിഷയമില്ലാതെ ഉപവസിക്കാൻ പറ്റുമോ? അപ്പൊ കർത്താവ് പറയും, ഇല്ല, നീ ഇരിക്കണം. എന്തിന്? ചിലതൊക്കെ സംഭവിക്കാൻ ശത്രു ഒരുക്കുന്നുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ഉപവസിക്കണം. അപ്പൊ ഉപവാസം വന്നു കഴിഞ്ഞിരിക്കേണ്ടതല്ല, വരുന്നതിന് മുമ്പ് ഇരിക്കേണ്ടത്. അതാ കർത്താവ് പറഞ്ഞേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ടു പോകത്തില്ല. അപ്പൊ ചില പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടും പാരമ്പര്യമായിട്ടും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, വല്യപ്പം കഴിഞ്ഞ് അപ്പം കഴിഞ്ഞ് മക്കളിലേക്ക് അതിങ്ങനെ ട്രാൻസ്ഫോർമേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ചിലർക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരിക. ചില രോഗങ്ങൾ ഇങ്ങനെ വരും. മനസ്സിലാവുന്നുണ്ടോ? വല്യപ്പം കഴിഞ്ഞു, അപ്പം കഴിഞ്ഞു, അടുത്ത തലമുറയ്ക്ക് ആ രോഗം ഇങ്ങനെ വരിക. ചിലർ ഭയങ്കര ക്രെഡിറ്റ് പറയും, ഇത് എന്റെ വല്യപ്പച്ചനും ഉണ്ടായിരുന്നു. ഭയങ്കര ക്രെഡിറ്റിലാ പറയുന്നത് എന്നത് ഈ രോഗം. മനസ്സിലാവുന്നുണ്ടോ? ചിലർ പറയും, എന്റെ വല്യപ്പച്ചൻ ഭയങ്കര മുൻകോപക്കാരനായിരുന്നു, എന്റെ പപ്പായും ഭയങ്കര അതുകൊണ്ടാണ് ഞാനും മുൻകോപം. ക്രെഡിറ്റിലാ പറയുന്നത്, പക്ഷെ ഇത് ക്രെഡിറ്റ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? കോപം വലിയൊരു പാപം തന്നെ. കോപത്തെ ജയിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും പാപം ചെയ്യും. അപ്പൊ ദൈവം പറയുക, ചിലതിനെ ജയിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്, ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവാത്മാവ് പറയും, മക്കളെ നിങ്ങൾ ഉപവസിച്ചാൽ ഇതിനെ ജയിക്കാൻ പറ്റും. ഉപവാസത്തിൽ 2 കാര്യം നടക്കും. ഒന്ന്, ഈ ജഡത്തെ നമുക്ക് ജയിക്കാൻ പറ്റും. ഈ ജഡം ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട്, ഞാൻ ഈ വചനം നിങ്ങളോട് പറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവാത്മാവ് എന്റെ കൈ തന്നപ്പോ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചൊരു ദൂത് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ കൈമാറ്റം ചെയ്യാം. ഈ ജഡത്തെ ജയിക്കാത്തവർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഈ ജഡത്തെ ജയിക്കാത്തവർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. എവിടെ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ലോകം, ജഡം, പിശാച് ഇവയെ എന്ത് ചെയ്യണം? ജയിക്കണം. എന്തുകൊണ്ട് ജഡത്തെ ജയിക്കണം? ഇല്ലെങ്കിൽ ഈ ജഡം നമ്മളെ തോപ്പിച്ച് കളയും. ചിലരുണ്ടല്ലോ, ഉപവാസം 40 ദിവസം ഉപവസിക്കണം തീരുമാനം എടുക്കും, ചിലപ്പോൾ 20 ദിവസം വരെ പോകും, ചിലപ്പോൾ 21-ാം ദിവസം ഒന്ന് പെട്ടുപോകും. അറിയാതെ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് തീർന്നു. അയ്യോ സിസ്റ്റർ 20 ദിവസം വരെ കണ്ടുപോയിട്ട് ലാസ്റ്റ് മൂമെന്റ് ഞാൻ. അത് എന്തുകൊണ്ട്? ഈ ജഡമാണ്. മനസ്സിലാവുന്നുണ്ടോ?
ചിലർക്ക് ഭക്ഷണം ഒരു വീക്ക്നെസ് ആണ്. എത്ര കൺട്രോൾ ചെയ്യണമെന്ന് ശ്രമിച്ചാലും പറ്റാത്തൊരവസ്ഥ. എന്നാൽ ഉപവാസത്തിൽ അതിന് ജയിക്കണം, ജഡത്തെ ജയിക്കണം. എനിക്ക് ഈ ജഡത്തെ ജയിക്കാം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. പെട്ടെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്റെ മമ്മിയുടെ ഒരു അനുഭവം കേട്ടോ. മമ്മി അത് എന്നെ പഠിപ്പിച്ചത്. ചെറിയ പ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് അതിന് അത്ര വില കൊടുത്തില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിന്റെ കുറച്ചും കൂടെ അതിന്റെ ഇൻഡെപ്ത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറയാം. എന്റെ മമ്മി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യാക്കോബ വീട്ടിൽ തന്നെ പപ്പാടെയും മമ്മിയുടെ അപ്പച്ചനെയും അമ്മച്ചനെയും കൂടെ ജീവിക്കുന്ന സമയത്ത് മമ്മി പറഞ്ഞൊരു അനുഭവം. മമ്മിക്ക് അന്ന് പെന്തക്കോസ് കൂട്ടായ്മകളൊന്നും മമ്മി പോകുന്നില്ല. സ്നാനപ്പെട്ടതിന്റെ പേര് വീട്ടിൽ നിന്ന് ചർച്ചിൽ പോലും വിടുന്നില്ല, വീട്ടിനകത്തിരിക്കുക. വലിയ വചന ശുശ്രൂഷ ഒന്നും മമ്മി കേട്ടിട്ടില്ല. മമ്മി വചനം ഇരുന്ന് വായിക്കും, അത്രയേ ഉള്ളൂ. അപ്പം വീട്ടിൽ നിന്ന് പുറത്തു പോകരുതെന്ന് കർശനമായ നിയമം വെച്ചേക്കുക. പുറത്തു പോയാൽ ആങ്ങളെ അടിക്കും, അപ്പച്ചൻ വഴക്ക് പറയും. അതുകൊണ്ട് മമ്മി വീടിനകത്തിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാട്ടിലെയൊക്കെ കോട്ടയത്ത്, ഞങ്ങളുടെ കോട്ടയം ഏരിയകളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാ എല്ലാ ക്രിസ്ത്യാനികളുടെ വീട്ടില് നോൺ വെജ് എന്തെങ്കിലും ഒന്ന് കാണും. അപ്പൊ ഞങ്ങളുടെ മമ്മിയുടെ വീട്ടില് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതുള്ള ഒരു സാധനമാണ് കപ്പയും ബീഫും, എപ്പോഴും കാണും. അപ്പം എന്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കപ്പയും ബീഫും, നല്ല ചൂട് കപ്പയും നല്ല ബീഫ് കറി. അപ്പൊ അന്നൊക്കെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനൊരു പ്രത്യേക രുചിയുണ്ട്. അപ്പൊ മമ്മി എന്ത് ചെയ്തു, മമ്മി ഉപവാസമാണ്, അമ്മച്ചിക്ക് അറിയാം. അമ്മച്ചിയോട് മാത്രം പറഞ്ഞു ഉച്ചയാകുമ്പോൾ കഴിക്കാൻ വിളിച്ചാൽ മതി, എപ്പോഴേ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി ഇങ്ങനെ മമ്മിയുടെ അനുഭവം പറഞ്ഞത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അടുക്കളയിൽ ബീഫ് തിളയ്ക്കുന്ന മണം എവിടെ വരുന്നുണ്ട്, ഭൂമി വരുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥനയുടെ സ്പീഡ് കൂടാൻ തുടങ്ങി. നിങ്ങൾക്കൊക്കെ അനുഭവം കാണും ഇല്ലേ? ദൈവത്തിന്റെ കൂടെയാ വസിക്കുന്നെന്ന് പറയും, പക്ഷെ ബീഫിന്റെ മണം വരുമ്പോ അറിയാതെ എന്ത് വരുന്നു, ഉപവാസം ഒന്നൊക്കെ അറിയാതെ മറക്കി ജഡം അങ്ങോട്ട് എഴുന്നേൽക്കും. അപ്പം മമ്മി പെട്ടെന്ന് പ്രാർത്ഥനയുടെ സ്പീഡ് കൂട്ടി. മമ്മിക്ക് കഴിക്കണോ എന്നുള്ള കൊതി വരാൻ തുടങ്ങി. മാറിക്കണ്ടോ, പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാറി കൊതി വരാൻ തുടങ്ങി. പെട്ടെന്ന് മമ്മിക്ക് അത് കഴിക്കണോ എന്നുള്ള ആഗ്രഹം വന്ന് അമ്മച്ചി വിളിക്കുകയും കൂടെ ചെയ്തപ്പോ പെട്ടെന്ന് എന്നാ പ്രാർത്ഥന നിർത്തി ഓടിപ്പോയി കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയും പരിശുദ്ധാത്മാവ് പെട്ടെന്ന് മമ്മിയെ വിലക്കിയത് മറ്റൊന്നുമല്ല. മമ്മിയോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാ, നിനക്ക് നിന്റെ ജഡത്തെ ജയിക്കാൻ പറ്റുന്നില്ലേ? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തരാകരുത്. ഈ ഏശാവിന് എന്താ പറ്റിയെന്നറിയാമോ? വിശപ്പും മണവും പുള്ളിക്ക് സഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? വിശന്ന് കഴിഞ്ഞാൽ ദൈവപൈതലാന്നൊക്കെ മറന്നുപോകും. വീട്ടിൽ പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ അല്ലേ ചില സമയം നമ്മുടെ ജഡമൊക്കെ എഴുന്നേക്കും. രണ്ട്, മണം വന്നു കഴിഞ്ഞാൽ ഉപവാസത്തിന്റെ കൺട്രോളൊക്കെ ഇങ്ങ് പോകും. ഇങ്ങനെയായിരുന്നു ഏശാവിന്. പുള്ളിക്ക് മണവും വിശപ്പും വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ജ്യേഷ്ഠാവകാശം. അതിപ്പോ എന്തുവാ, വിശപ്പിന് ഇപ്പൊ വിശപ്പല്ലേ കാര്യം, ഈ ജ്യേഷ്ഠാവകാശം അതൊക്കെ എടുത്തോന്ന്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചിലരങ്ങനെ ദൈവകൃപയൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നത് ചിലപ്പോൾ ഒരു പായസത്തിന്റെ ഒരു പൊട്ടായിയുടെ ഒക്കെ പേരിലായിരിക്കും. അപ്പം ഇത് പെട്ടെന്ന് മമ്മിയോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇടപെട്ട ഉടനെ മമ്മിക്ക് മനസ്സിലായി, ഇതിനെ ഞാൻ ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ എന്ത് ചെയ്യണം? ജയിക്കണം. എനിക്ക് ഇന്ന് മമ്മി ആ പറഞ്ഞ വാക്ക് ഭയങ്കര ഇഷ്ടം. മമ്മി ചെയ്തൊരു കാര്യം, മമ്മി നിൽക്കുന്ന മുറിയുടെ അവിടെ ഒരു കണ്ണാടി ഉണ്ട്, ഒരു അലമാരിയുടെ കണ്ണാടി. മമ്മി ആ കണ്ണാടിയുടെ മുമ്പിലോട്ട് നിവർന്നങ്ങോട്ട് നിന്നിട്ട് കണ്ണാടി മമ്മിയെ കാണാൻ പറ്റും. മമ്മിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് മമ്മിയെ തന്നെ ഇങ്ങനെ തട്ടിയിട്ടൊരു വാക്ക് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, അതെന്നെ പ്രചോദനത്തിലേക്ക് നയിച്ചൊരു കാര്യമാണ്. മമ്മിയുടെ പേര് പൊന്നമ്മ എന്ന. മമ്മി കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞു, പൊന്നമ്മേ, ഇനി മേല നിന്നെ ഞാൻ ബീഫ് കഴിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ആരോടാ പറഞ്ഞത്? ജഡത്തോടാ പറഞ്ഞത്. അതായത് ജഡത്തിന് ഇത് കഴിക്കാൻ കൊതിയാ. പക്ഷെ അന്ന് തോറ്റു കൊടുത്താൽ സംഭവിക്കുന്നത്, നീ ഏതിന് തോക്കുന്നോ അതിന് അടിമയാ. ദൂത് മനസ്സിലാവുന്നുണ്ടോ? മമ്മി അന്നൊരു തീരുമാനമെടുത്തു. ആരോടാ പറഞ്ഞത്? ജഡത്തോട്, ഈ ശരീരത്തോട് ഒരു വാക്ക് പറയുക, ഇനി മേലാ നിന്നെ ഞാൻ ബീഫ് കഴിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് സാധാ ചോറും ഒരു തോരനും ഒരു മോരും തന്നാൽ മതി. അപ്പൊ നിനക്ക് ബീഫ് വേണ്ട, ഇനി തൊട്ട് ഞാൻ ബീഫ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ മമ്മി കൃപയാൽ അതിനുശേഷം ബീഫ് കഴിച്ചിട്ടില്ല. മമ്മി പറഞ്ഞൊരു വാക്ക്, അതിനുശേഷം ബീഫിനോടുള്ള കൊതി അങ്ങ് പോയി. അതായത് ജഡത്തോട് പറയാം, നിന്നെ ഞാൻ ഇത് ചെയ്യിപ്പിക്കത്തില്ലെന്ന്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മള് ജഡം പറയുന്നതിനനുസരിച്ച് അങ്ങ് പോവാ. ചിലത് കണ്ണുകൊണ്ട് കാണുമ്പോൾ, ചില സഹോദരിമാർക്കുണ്ടാ പ്രശ്നം, കണ്ണുകൊണ്ട് ഒരു ചുരിദാർ കണ്ടാൽ, സാരി കണ്ടാൽ പിന്നെ അതിനെ കൊണ്ട് ജയിക്കാൻ ഭയങ്കര പ്രയാസം. അത് കിട്ടിയാലേ പിന്നെ സമാധാനമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ജയിക്കാൻ പറ്റത്തില്ല, അത് വേണം. അത് ചിലപ്പോൾ വീടിനകത്ത് കലഹമൊക്കെ വരെ ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം
നമ്മുടെ ജഡം നമ്മളോട് എന്ത് ചെയ്യും? എന്റെ മമ്മി എന്നോട് എപ്പോഴും പറഞ്ഞൊരു വാക്ക്, അക്സ, ജഡം എന്ത് ചെയ്യാൻ പറഞ്ഞു അതിന് ഓപ്പോസിറ്റേ ചെയ്യാവുള്ളൂ. ഉത്തരം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ജഡത്തെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വർഗീയ നിത്യതയിൽ എത്തുക എന്ന് പറഞ്ഞ പാടായ കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ ദിവസവും അല്ലെ ഓരോ ദിവസവും എന്റെ ഈ ജഡത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഈ ദണ്ഡനം? സ്വന്തമായിട്ട് ദണ്ഡിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പൗലോസാണ്. എന്താ പൗലോസ് നീ സ്വയമായിട്ട് ദണ്ഡിപ്പിക്കുന്ന ചോദിച്ചാൽ പൗലോസ് പറയും, സിസ്റ്ററെ, മറ്റൊന്നും കൊണ്ടല്ല, ഈ ജഡത്തിന് പലതിനോട് കൊതി വരികയാ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബിരിയാണിയുടെ മുമ്പിൽ തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെ ഉപവാസം. ഇല്ല, ഒരു കേക്ക് പീസിന്റെ മുമ്പിൽ തീരാനുള്ളതേ ഉള്ളൂ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ഉപവാസം നിർത്താൻ വേണ്ടി ആ പീസ് വായിലോട്ട് ഒരു പീസ് കഴിച്ചാൽ മതി, പിന്നെ അത് കഴിക്കാൻ തോന്നത്തില്ല. എന്നാ ഉപവാസം നിന്നു അത് മതി. അപ്പൊ പിശാച് പറയും, എനിക്കത് മതിയായിരുന്നു. മനസ്സിലായോ? എന്തോ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, അതാ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. അതിൽ പെട്ടുപോകരുത്. അപ്പൊ ജഡത്തെ ജയിക്കണം. അപ്പൊ ജഡം ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ആത്മാവിനാൽ ഈ ജഡത്തിന്റെ പ്രവൃത്തിയെ ഞാൻ മരിപ്പിക്കണം, ചെയ്യാതിരിക്കണം. ഇല്ലെങ്കിൽ ഉപവാസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും, നമ്മൾ എന്ന് ഉപവസിക്കാൻ തീരുമാനം പേഴ്സണലി, അന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻവിറ്റേഷൻ പുറത്ത് കഴിക്കാൻ കിട്ടുന്നത്. അന്നായിരിക്കും ഏറ്റവും കൂടുതൽ കല്യാണത്തിന് വിളി വരുന്നത്. അന്നായിരിക്കും ഏറ്റവും കൂടുതൽ ബന്ധുക്കാർ പുറത്ത് കഴിക്കാൻ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല, അയ്യോ കർത്താവെ, അങ്ങക്ക് എന്റെ അവസ്ഥ അറിയാലോ, ഞാൻ ഇന്നൊന്ന് പോയി കഴിക്കട്ടെ, നാളെ തൊട്ടങ്ങ് തുടങ്ങാം. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ പറയാം, നമുക്ക് വാക്ക് മാറ്റാൻ പറ്റുന്ന ദൈവത്തിന്റെ അടുക്കല. ഇങ്ങനെയാണ് ഉപവാസം? അല്ല. ഉപവാസം എന്ന് പറയുന്ന ഒരു ദൃഢമായ ഒരു തീരുമാനം. എന്താ തീരുമാനം? ഞാനും ദൈവത്തിന്റെ കൂടെ വസിക്കാൻ വേണ്ടി തീരുമാനം എടുത്തേക്കാം. ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ആഴമായിട്ട് കയറ്റണം. എന്താ ഉപവാസം? പട്ടിണി ഇരിക്കുന്നതല്ല. പല സഭകളിൽ പോകുമ്പോൾ ഞാൻ പലരോടും ഈ ഉപവാസത്തെ കുറിച്ച് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞ ഡെഫിനിഷൻ കേട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഉപവാസം. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അതല്ല ഉപവാസം. ഉപവാസം എന്നാൽ ദൈവത്തോട് കൂടെ വസിക്കുക. അതായത് ഉദാഹരണം പറയാം, ദൈവത്തോട് കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം, ഞാൻ ദൈവത്തോട് പറയാ, ദൈവമേ, നാളെ തൊട്ട് 40 ദിവസം ഞാൻ അങ്ങയുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുക. അങ്ങ് എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരണം, അങ്ങയുടെ സാന്നിധ്യം എന്റെ ഒപ്പം വരണം. സിമ്പിളായിട്ട്. ഇനി ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് പറയണം എന്ന് വെച്ചാൽ, ഉദാഹരണം, ഇപ്പൊ നമ്മുടെ റോയ് ബേബി പാസ്റ്റർ ആന്റിയെ ഞാൻ എന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക. പാസ്റ്ററോടും ആന്റിയോടും പറയാം, പാസ്റ്റർ ആന്റി, ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, അല്പ ദിവസങ്ങൾ നിങ്ങൾ എന്റെ കൂടെ വരണം, അല്പ ദിവസങ്ങൾ നിങ്ങൾ എന്റെ കൂടെ താമസിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററും ആന്റിയും ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് അമേരിക്കയിൽ വന്നു. രാവിലെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഒപ്പം വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് പറയാ, പാസ്റ്ററെ, എനിക്ക് ജോലിയുണ്ട് കേട്ടോ, എന്നാ ഞാനൊന്ന് പൊക്കോട്ടെ. അച്ചാച്ചൻ ജോലിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ, പാസ്റ്ററെ, എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടല്ലോ, ഞാനൊന്ന് പൊക്കോട്ടെ. ഞാനും പോയി. പാസ്റ്ററും ആന്റിയും പിള്ളേരും വീടിനകത്ത് വെറുതെ ഇരിക്കുക. ഞാൻ വിളിച്ചു വരുത്തിയത് എന്തുവാ? പാസ്റ്ററെ, അല്പ ദിവസങ്ങൾ ഞങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തിയത്. പക്ഷെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ എന്തോ ചെയ്യുന്നു? ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പാസ്റ്റർ ഫ്ലൈറ്റ് ടിക്കറ്റും മുടക്കി എന്റെ വീട്ടിൽ വന്നിരുന്നിട്ട് പാസ്റ്റർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് പാസ്റ്റർ അവിടെ ഇരിക്കുക. ഇന്ന് പലരുടെ ഉപവാസം അതാ. ദൈവമേ, ഉപവാസം, നാളെ തൊട്ട് അങ്ങയുടെ കൂടെ വസിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം വന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. നമ്മൾ വീട്ടുജോലി തിരക്കാ, ജോലി ചെയ്യും, അതിന്റെ ഇടയ്ക്ക് പഞ്ചായത്തിൽ ഓടി നടക്കും, അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ദൈവം പറയുക, മോളെ, നീ എന്റെ കൂടെ വസിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൂടെ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ എന്തുവാ ചെയ്യുന്നത്? ഉണ്ട്. അവസാനം ഉപവാസം നിർത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഓടിപ്പോയൊരു പ്രാർത്ഥന. ഇന്ന് പരിശുദ്ധാത്മാവോട് ഈ കളിപ്പീരി പരിപാടിയൊക്കെ നിർത്തണം കേട്ടോ. നിർത്തിയിട്ട് എന്താണ് യഥാർത്ഥ ഉപവാസം എന്നുള്ളത് യഥാർത്ഥമായിട്ട് ഹൃദയത്തെ ഒന്ന് പഠിപ്പിക്കണം. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ പറയുന്ന ഈ വാക്യത്തിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് കടക്കാം. ഇവിടെ പറയുക 13-ാം വാക്യം, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവി. അപ്പം വസ്ത്രത്തെ അല്ല, ഹൃദയത്തെ കീറണം. ആര് കീറണം? ഞാൻ തന്നെ കീറണം. എന്തോ ഈ വസ്ത്രത്തെ അല്ല ഹൃദയത്തെ കീറണമെന്ന് പറയുന്നതിന്റെ അർത്ഥം? ഞാൻ എന്റെ ജീവിതത്തെ ഉപവസിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ എന്റെ ഹൃദയത്തെ ഞാൻ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് തുറക്കണം, അകത്തേക്കൊന്ന് നോക്കുകയാ.
എവിടെയാണ് കുറവുകൾ മറഞ്ഞു കിടക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കണം. ഇന്ന് ദൈവാത്മാവ് ഈ ദൂത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറാൻ ആഗ്രഹിക്കുന്ന ദൈവം പറയാ, നിങ്ങൾ പുറമെ കാണിക്കുന്ന ഒരു ബാഹ്യ പ്രകടനത്തിനും എന്നെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ പ്രസാദിപ്പിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യണം? ഒന്ന് കീറണം. ഹൃദയത്തെ കീറി അകത്തുള്ളത് അശുദ്ധമാണെന്ന് തോന്നുന്നത്, ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പുറത്തെടുത്ത് അനുതാപത്തോടെ ഒന്ന് മടങ്ങി വരണം. എനിക്കറിയാം ഈ ചാനലിൽ ഒരുപാട് ഫാസ്റ്റിംഗ് പ്രയറുകൾ നടന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദൂത് വീണ്ടും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ ആർക്കൊക്കെയോ ഈ ദൂത് ആവശ്യമാണ്. ദൈവാത്മാവിനറിയാം അത് ആർക്ക് ആവശ്യമെന്ന്. ഏറ്റെടുക്കുന്നവർക്ക് വിടുതല. എല്ലാവരും പറയുന്ന ഒരു വാക്കല്ലേ, ഏറ്റെടുക്കുന്നവർക്ക് വിടുതല. സത്യം അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആരേറ്റെടുക്കണം? നാളുകളായിട്ട് മറുപടി ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവം പറയാം നല്ല കാര്യം, പക്ഷെ വ്യവസ്ഥ പ്രകാരം അല്ല ഉപവസിച്ചത്. ഇനി എന്താണ് വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം? ഞാൻ വിശുദ്ധ ബൈബിളിൽ ഉപവാസത്തോടെ ഇവിടെ ഇരിക്കുമ്പോൾ പല ഉപവാസത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. എസ്തേറിന്റെ ഉപവാസം, ദാനിയേലിന്റെ ഉപവാസം, നിനവക്കാരുടെ ഉപവാസം, ഇങ്ങനെ പല ഉപവാസങ്ങൾ. അപ്പൊ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഇതൊക്കെയുള്ള ഉപവാസം. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും എന്റെ ടെസ്റ്റിമണി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വചനം പറയുന്ന കൂടെ ഞാൻ എന്റെ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിൽ നടന്ന ഒരു ഉപവാസമുണ്ട്. 2018 ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ പ്രഗ്നന്റ് ആ സമയത്ത് എന്റെ ലൈഫിലെ ഒത്തിരി കുറവുകൾ കർത്താവ് കാണിച്ചു തന്നെ എന്നെ പണിതെടുത്തൊരു വർഷം 2018. ഡെലിവറി കഴിഞ്ഞു, ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞു 3 മാസം കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നീ ഉപവസിക്കണമെന്ന്. 1-ാം മാസത്തിൽ കയറിയപ്പോ തന്നെ പറഞ്ഞു ഉപവസിക്കണമെന്ന്. പിന്നെ കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്ന അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സമയം ദൈവത്തോട് ചോദിച്ചു. ദൈവം എന്നോട് പറഞ്ഞു 3-ാം മാസം കഴിയുമ്പോൾ തൊട്ട് നീ എന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കും. 21 ദിവസമാണ് പറഞ്ഞത്. ആ 21 ദിവസം ഇരിക്കുക. ആ ഇരിക്കുന്ന സമയം ജീവിതത്തിൽ ആദ്യമായി എന്റെ 30-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തോട് ഒരു ആലോചന ചോദിക്കുക, അപ്പാ എങ്ങനെ ഉപവസിക്കേണ്ടെന്ന്. ലൈഫിൽ ആദ്യമായിട്ടാണ് ചോദിച്ചത്. ഞാൻ എന്തോ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാല്, കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞിനെ വെച്ചോണ്ട് എങ്ങനെ ഉപവസിക്കേണ്ടത് അതെനിക്കൊന്ന് പറഞ്ഞു തരണമെന്നുള്ള ആശയത്തിലാണ് ചോദിച്ചത്. പക്ഷെ അത് നല്ലൊരു ചോദ്യമായിട്ട് അപ്പന് പ്രസാദിച്ചു. അപ്പം പറയാം, നീ ചോദിച്ചത് നന്നായി, ഞാൻ പറയാം എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്താണെന്ന്. അന്ന് ആദ്യമായി ജീവിതത്തിൽ ഞാൻ വിശുദ്ധ ബൈബിളിൽ ദൈവം പറഞ്ഞ ഉപവാസം ആദ്യമായിട്ടൊന്ന് വായിച്ചു. അന്ന് വരെ അങ്ങനെ ഒരു ഉപവാസത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല, പ്രസംഗിച്ചും കേട്ടിട്ടില്ല, വായിച്ചും കേട്ടിട്ടില്ല, വായിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഈ അധ്യായം അറിയാവുന്ന അധ്യായമാണെങ്കിലും എനിക്ക് അതിനകത്തെ കുറച്ച് വാക്യങ്ങളൊക്കെ അറിയത്തുള്ളായിരുന്നു. അതിന് മുമ്പുള്ള ഭാഗം വായിച്ചിട്ടില്ല. നമുക്കും ഉണ്ട് അങ്ങനെ ചിലര്. നമുക്ക് ചില ബൈബിളിലെ അധ്യായത്തിനകത്ത് എല്ലാ വാക്യവും വായിക്കത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള വാക്യം മാത്രം ചിലപ്പോൾ നമ്മൾ വായിക്കാം, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കും. അപ്പൊ ഞാൻ ഈ അധ്യായം പറയുമ്പോൾ നിങ്ങളുടെ ബൈബിൾ ഒന്ന് എടുക്കണം, എല്ലാവരും ഒന്ന് തുറന്നു നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ അതിന്റെ ചില വാക്യങ്ങളുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന വാക്യത്തിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് വേറൊന്നുമല്ല, യെശയ്യാവ് 58. യെശയ്യാവ് 58-ാം അധ്യായം ഉറപ്പായിട്ട് ഞാൻ പറയാം, 11 തൊട്ടുള്ള വാക്യങ്ങൾ 14 വരെയുള്ള വാക്യങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ബൈബിളിൽ അണ്ടർലൈൻ കാണും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇതൊക്കെ നമ്മൾ വാക്തത്വം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ദൈവദാസന്മാര് വന്ന് നമ്മൾ പറഞ്ഞത് തകർത്ത് പ്രസംഗിക്കുന്ന അധ്യായങ്ങളിലെ വചനങ്ങളാണ്. 10 തൊട്ട് 14 വരെയുള്ള ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ അടിയിൽ അണ്ടർലൈൻ ഉള്ളവരൊന്ന് കൈവെക്കാമോ? ഉണ്ട്. ഉറപ്പായിട്ടും ഞാനും നോക്കിയപ്പോ എന്റെ ബൈബിളിലും ചിലതിന്റെ ഒക്കെ അടിയിൽ അണ്ടർലൈൻ ഉണ്ട്. എന്നാൽ 58-ന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളുടെ അടിയിൽ ആരുടെയെങ്കിലും അണ്ടർലൈൻ ഉണ്ടോ? എവിടെയായിരിക്കും അണ്ടർലൈൻ? ഉത്തരം തരും എന്നുള്ളതാണോ, കുറവുകളാണോ എന്നും നോക്കണം. എന്റെ ജീവിതത്തില് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം ഒന്ന് വായിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായത് ബൈബിളിൽ ദൈവം വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് ഉപവസിക്കേണ്ടത്. പക്ഷെ ഈ ഉപവാസം ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ലാത്തൊരു ഉപവാസമാണ്. ഞാൻ അന്ന് വരെ 30 വയസ്സ് വരെയുള്ള എടുത്ത ഉപവാസം എന്താണെന്നറിയോ? ഭക്ഷണം കഴിക്കാതിരിക്കുക, മമ്മിയുടെയും പപ്പാടെയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞാനായിട്ട് വലിയ പ്രിപ്പറേഷൻ ഒന്നും എടുത്തിട്ടില്ല. എന്നാൽ ആ ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മോനെ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പഠിപ്പിക്കാം. അങ്ങനെ നീ ഇരുന്നാൽ ക്ഷണത്തിൽ നിനക്ക് വിടുതൽ നടക്കും.
എന്റെ ജീവിത അനുഭവത്തിൽ നിന്നാകട്ടെ ഇത് പ്രസംഗിക്കുന്നത്. അന്നാദ്യമായി ഞാൻ അങ്ങനെ ഒരു ഉപവാസത്തിന് തയ്യാറെടുത്തു. അന്ന് തുടങ്ങിയ ഉപവാസത്തിന്റെ പ്രത്യേകത ഞാൻ പറയും. ഇന്ന് വരെയും ഉപവാസം എടുക്കുന്നതിന് 2-3 ദിവസം മുതൽ പ്രിപ്പറേഷൻ തുടങ്ങും. എന്താണെന്നറിയാമോ? നാളെ തൊട്ട് ഉപവാസം എന്ന് പറഞ്ഞാൽ ചാടിക്കയറി ഉപവസിക്കുമല്ല. ഇവിടെ പറയുന്ന ഉപവാസത്തിന് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, എങ്ങനെ ഉപവസിക്കണമെന്ന്. ആ ഉപവാസം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് പെട്ടെന്ന് ദൈവം തന്ന ആലോചന നിങ്ങളുമായിട്ട് അതിനകത്തു നിന്നുള്ള ഒരു ആലോചന പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കാം. ഈ യെശയ്യാവ് 58-ാം അധ്യായത്തിനകത്ത് പറയും, ഉറക്കെ വിളിക്ക്, അടങ്ങിയിരിക്കുന്ന കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് കരയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. നിങ്ങൾ എന്ത് ഉപവാസം എന്ന് ചിന്തിക്കുന്നത്? 3-ാം വാക്യത്തിൽ പറയുക, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ദൈവത്തോട് പറയുക, കർത്താവെ ഞങ്ങൾ എത്ര ഉപവസിച്ചു, നീ കാണുന്നില്ലേ? ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റോയ് ബേബി പാസ്റ്ററെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പണിക്ക് പോകുന്നു, അച്ചാച്ചൻ ജോലിക്ക് പോകുന്നു, പാസ്റ്റർ വെറുതെ വീട്ടിൽ ഇരിക്കും. ഇതേ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ നോമ്പാന്ന് പറയുന്നു, എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, അല്ലെ ദൈവസാന്നിധ്യത്തിലേക്ക് വിളിക്കുന്നു, ഞാൻ വരികയാ നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഗസ്റ്റിനെ ഗസ്റ്റ് റൂമിൽ ഇരുത്തിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ കൂടെ വസിക്കാവുന്ന തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ദൈവത്തെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. എന്നിട്ട് ദൈവം ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യും. ഈ ഉപവാസം എടുക്കുന്ന ദിവസം ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് വീട്ടുജോലി ആണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. അന്നൊരു പ്രത്യേക എനർജിയാണ് വീട്ടുജോലി ചെയ്യാൻ. അന്നായിരിക്കും ഭയങ്കര ക്ലീനിങ്. എന്താന്ന് നടക്കുന്നത്? ഇന്ന് ഒരു ഭയങ്കര നിയോഗ അച്ചായാന്ന് പറയും, ഇന്ന് മൊത്തം അങ്ങ് ക്ലീൻ ചെയ്യുക. എന്തുവാ പിശാച് അങ്ങ് ചെയ്യിപ്പിക്കും. നീ ഉപവാസമല്ല, എന്താ നടത്തുന്നത്? ഉപവാസമാണെങ്കിൽ ഭയങ്കര എനർജി ആയിട്ട് തോന്നും. കർത്താവ് പറയാ ഉപവാസം ഡിക്ലെയർ ചെയ്തിരിക്കുക, പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമമായിട്ട് ചെയ്യുന്ന ഒരു ദിവസം ഉപവാസം. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. ശ്രദ്ധിച്ചോ, ഇത് മിക്ക വീടുകളിലും ഉണ്ട്. ഉപവസിക്കുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ വീടിനകത്ത് ബഹളം നടക്കുന്ന ദിവസം. ഭാര്യയും ഭർത്താവും തമ്മിൽ, അച്ഛാ ഞാൻ ഇന്നോട്ട് ഉപവാസ, വഴക്ക് പിടിക്കല്ലേ എന്ന് തലേ രാത്രി പറയും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയൊരു വഴക്കെ തുടങ്ങുന്നതാ. പക്ഷെ അന്ന് നമുക്ക് മിണ്ടാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ, അറിയാതെ വഴക്ക് വന്നു പോകും വായും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കയർക്കും, വാക്കുകൾ ഉപയോഗിക്കും. ഇതൊക്കെ അവിടെ പറയുക. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണം അല്ല നിങ്ങൾ ഈ നോമ്പ് നോൽക്കുന്നത്. സത്യമാണ്. നമ്മുടെ പലപ്പോഴും ഉപവാസം മണിക്കൂറുകൾ ഇരിക്കുന്നുണ്ട്, രാവിലെയും വൈകിട്ടും ഇരിക്കുന്നുണ്ട്. ദൈവം പറയാ, നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു. ദൈവത്തിന് പ്രസാദം ഉള്ളതുപോലല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്. ഈ ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലായിടത്തും ഈ ഉദാഹരണം പറയുന്ന കേൾക്കുന്നവർക്ക് പിന്നെയും റിപ്പീറ്റേഷൻ തോന്നണം. യൂട്യൂബിൽ മെസ്സേജ് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഈ സിസ്റ്റർ ഇത് എപ്പോഴും പറയുന്നതാണെന്ന് ഒന്നും തോന്നല്ലേ. കേൾക്കാത്തവർക്ക് വേണ്ടിയായിരിക്കും പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. നമുക്ക് 2 രീതിയിൽ ഉപവസിക്കാം. ഒന്ന് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി ഉപവസിക്കാം, 2 ദൈവത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഉപവസിക്കാം. എന്താ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള ഉപവാസം? നമ്മൾ തീരുമാനിക്കുക എപ്പോ ഇരിക്കണോന്ന്, എപ്പം നിർത്തണോന്ന്, എങ്ങനെ ഇരിക്കണോന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണോ. എല്ലാ ഡിസിഷനും നമ്മുടെ കയ്യിലാണ്. ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞില്ലേ, റോയ് ബേബി പാസ്റ്റങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ വന്ന കാര്യം പറഞ്ഞില്ലേ. പാസ്റ്റങ്ങളെ ആന്റിയും മക്കളെയും കൊണ്ട് പുറത്തു പോയി റെസ്റ്റോറന്റിൽ ചെന്ന് കഴിക്കാൻ. പാസ്റ്ററെ അമേരിക്ക വന്നതല്ലേ, ഇഷ്ടമുള്ള ഓർഡർ ചെയ്തെന്നൊക്കെ പറഞ്ഞാ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. അവിടെ ചെന്ന് റെസ്റ്റോറന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് മെനു കാർഡ് വന്നപ്പോ ഞാൻ അങ്ങ് ഓർഡർ ചെയ്യുക. ഞാൻ ഓർഡർ ചെയ്തിട്ട് പറയാം, പാസ്റ്ററെ ഇത് കഴിച്ചോണം കേട്ടോ, മോൻ ഇത് കഴിച്ചോണം, മോൻ ഇത് കഴിച്ചോണം, ആന്റി ഇത് കഴിച്ചോണം. അപ്പൊ പാസ്റ്റർ ഇവിടെ നബിക്കുക, അല്ല മോളെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എനിക്കല്ലേ അറിയത്തുള്ളൂ എന്താ ഇഷ്ടമെന്ന്. അല്ല പാസ്റ്റർ ഇതാ ഇവിടത്തെ നല്ലത്, പാസ്റ്റർ കഴിച്ചു, ഇതാ എനിക്ക് ഇവിടത്തെ ഇഷ്ടമുള്ളത്. ചിലരങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാളെ കൊണ്ട് കഴിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. എനിക്കിഷ്ടമുള്ളതല്ല ഞാൻ റോയ് ബേബി പാസ്റ്ററിന് മേടിച്ചു കൊടുക്കേണ്ടത്. നല്ലത് മേടിച്ചു കൊടുക്കണം, പക്ഷെ റോയ് ബേബി പാസ്റ്ററിന് മേടിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കണം. ഇതുപോലെ ഉപവാസം എടുക്കുമ്പോൾ ദൈവത്തിന്റെ കൂടെ വസിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിന് എന്താ ഇഷ്ടമെന്ന്, ഞാൻ എങ്ങനെ ഇരിക്കണമെന്നാ ദൈവത്തിന് ഹിതമെന്ന്. ഇത് നമ്മളെല്ലാം ചെയ്തിട്ട് ദൈവം പ്രസാദിക്കണമെന്ന് പറഞ്ഞാൽ പ്രസാദിക്കത്തില്ല. ഉത്തരം മനസ്സിലായോ? പ്രാർത്ഥനയും അങ്ങനെ തന്നെ. എനിക്കിഷ്ടമുള്ളത് പോലും എന്റെ സംതൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവമേ പ്രസാദിക്കണേന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഉപവാസത്തിലും അങ്ങനെ ഒരു വ്യവസ്ഥ ബൈബിൾ പറയുന്നുണ്ട്. ആ ഉപവാസത്തിന്റെ വ്യവസ്ഥയാ പറയുന്നത്. 5-ാം വാക്യം, എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസം ഇങ്ങനെയുള്ളതോ. ഏതാ? മേളി പറഞ്ഞ പോലാണോ? തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വെണ്ണീരിലും വിരിച്ചു കിടക്കുക, ഇതാകുന്നു ഉപവാസം. ചിലർക്ക് അതാ ഉപവാസം.
രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ ടയേർഡാക്കി വന്നിരിക്കും ഉപവാസ പ്രാർത്ഥന. എന്തോ ആ ഉപവാസ പാസ്റ്ററെ 40 ദിവസമാ, ക്ഷീണമാ. അപ്പൊ നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോ നമുക്കും ഒരു സന്തോഷം, നമ്മളെ തന്നെ സൂമി കാണുമ്പോ ആ കണ്ടാലൊരു ഉപവാസത്തിന്റെ ലുക്കൊക്കെ ഉണ്ട്. കർത്താവ് പറയാ റെട്ടിലും വെണ്ണീരിലും ഇരിക്കുന്നതാണോ ഉപവാസം? അല്ല. ദൈവം പറയാ അതുമല്ല ഉപവാസം. ബൈബിൾ ഇന്ന് ഞാൻ പ്രസംഗിച്ചിടത്ത് ഞാനത് പറഞ്ഞു. നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് പറയുന്നല്ലോ. ഉപവസിക്കുന്നതിനെ കുറിച്ച് പറയാം. നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് എന്ത് ചെയ്യരുത്? തലയിൽ എണ്ണയൊക്കെ തേച്ച് മറ്റുള്ളവരൊന്ന് ചോദിക്കണം ഉപവാസമാണോ എന്ന്. 40 ഇരുന്ന് നോക്കി ഒന്ന് പറയാൻ ഒരു കൊതിയാ. മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യുന്നതല്ല ഉപവാസം. ഇവിടെ പറയുന്നത് ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. കേട്ടോ, 2 കാര്യം ഉപവാസത്തിൽ നടക്കുന്നു. ഒന്ന്, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. 2, ദൈവത്തിന് പ്രസാദമുള്ള ദിവസം. അപ്പൊ ഞാൻ ഉപവസിക്കുമ്പോൾ ദൈവത്തിന് എന്ത് വരണം? പ്രസാദം വരണം. ഇനിയും ദൈവത്തിന് പ്രസാദം വരാൻ സിസ്റ്ററെ എന്താ ചെയ്യേണ്ടത്? എന്താ യഥാർത്ഥ ഉപവാസം? ഇന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുക. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഇനിയുള്ള ഉപവാസങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഇന്ന് വരെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് 9-ാം ദിവസമേ ആയുള്ളൂ. ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസത്തിൽ ഈ ഉപവാസം നിങ്ങൾ എടുക്കണം. എങ്ങനാ? 1-ാം വാക്യം പറയുക, 6-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. എന്താ അന്യായ ബന്ധനങ്ങളെ അഴിക്കാന്ന് പറഞ്ഞ്? അതിനകത്ത് തന്നെ അർത്ഥമുണ്ട്. അന്യായമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്വയം ഒന്ന് നോക്കണം. ജോലി ചെയ്തിട്ടുണ്ടോ? കേട്ടല്ലോ. ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ അന്യായമായി ചെയ്യുന്നുണ്ടോ? ഇന്ന് ഇതൊക്കെ പ്രസംഗിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വന്നേക്കുക. അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പ്രസംഗിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നുണ്ടോ? മക്കൾ അപ്പനെ അമ്മയും വഞ്ചിക്കുന്നുണ്ടോ? സ്വത്തിന്റെ പേരിലായിക്കോട്ടെ, ജോലി സംബന്ധമായിക്കോട്ടെ, ഏതിന്റെയെങ്കിലും പേരിൽ അന്യായം ചെയ്യുന്നുണ്ടോ? ഇന്ന് ഒത്തിരി വ്യക്തികളെ എനിക്കറിയാം, മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് സ്വത്ത് കിട്ടാൻ അന്യായം ചെയ്യുന്ന തലമുറയുടെ കാലഘട്ടത്തിലേക്ക് വന്നേക്കുക. അത് വിശ്വാസിയൊന്നും ഇല്ല. മനസ്സിലായോ? മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ പലരുടെയും അനുഭവങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. സഹോദരന്റെയും കയ്യിൽ നിന്ന് സ്വത്ത് മേടിക്കാൻ വേണ്ടി ന്യായമല്ലാത്ത സ്റ്റെപ്പുകൾ എടുക്കുന്ന വ്യക്തികൾ. കർത്താവ് പറയുക അന്യായ ബന്ധനങ്ങളെ അഴിക്കണമെന്ന്. അഴിപ്പിക്കാനല്ല പറഞ്ഞത്. ചിലരുടെ വിചാരം ഉപവാസ പ്രാർത്ഥനയെ ദൈവദാസന്മാരുടെ അടുക്ക് ചെന്ന് അഴിപ്പിക്കണമെന്ന്. അഴിപ്പിക്കാനല്ല ബൈബിള് പറഞ്ഞ്, അഴിക്കാൻ. അതായത് കെട്ടിയവൻ അഴിക്കണം. ഞാൻ അന്യായമായി വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് അക്സയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ എന്റെ ജോലിയിൽ എങ്ങനെ, എന്റെ ശുശ്രൂഷയിൽ എങ്ങനെ, എന്റെ കുടുംബജീവിതത്തിൽ എങ്ങനെയാ, എന്റെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എങ്ങനെയാന്ന് എനിക്കേ അറിയത്തുള്ളൂ. അവിടെ എവിടെയെങ്കിലും ന്യായമല്ലാത്തത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം, ഞാൻ ഈ ചെയ്യുന്ന ന്യായമല്ലെന്ന്. ന്യായമല്ലെന്നറിഞ്ഞിട്ടും ന്യായമല്ലാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാ പറഞ്ഞ കർത്താവ് അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. ജോലിയിലായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിൽ ഏത് മേഖലയിലും എവിടെയെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെന്ന് ഹൃദയത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മ ബോധം വരുത്തുന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, കർത്താവെ അത് ഞാൻ അഴിച്ചോളാം. എങ്ങനെ അഴിക്കണം? ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. എന്താ നുകത്തിന്റെ അമിക്കയറുകൾ? എന്താ നുകം? കർത്താവിന്റെ നുകത്തെ കുറിച്ച് ബൈബിള് പറഞ്ഞിട്ടുണ്ട്. സൗമ്യതയാ, താഴ്മയാ. നമ്മുടെ പലപ്പോഴും നമുക്ക് സൗമ്യത ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ലൈഫിൽ വരാം. അപ്പൊ എന്ത് പറ്റുമെന്നറിയോ? സൗമ്യത ഇല്ലെങ്കിൽ പിന്നെ വരുന്ന ദേഷ്യവും കോപവും ഒക്കെയാണ്. ഈ ദേഷ്യവും കോപവും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ വേദനിപ്പിക്കും. ഇവിടെ പറയുക നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. ദൈവമക്കളെ, ഈ അഴിക്കുക എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു കെട്ട് വീണിട്ടുണ്ടല്ലേ? അതുകൊണ്ടല്ലേ കെട്ടല്ലേ അഴിക്കണ്ടേ? ചിലർക്കെങ്കിലും ഇത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടാണ് ഇത് എന്നോട് പരിശുദ്ധാത്മ പറയുന്നോണ്ട് പറയാം. സിസ്റ്റർ, എന്നെ എന്തോ വരിഞ്ഞു മുറുക്കിയതുപോലെ ഞാൻ ആയിരിക്കുന്നത്. കൈയനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, ദേഹം അനക്കാൻ വയ്യ, തല തൊട്ട് കാല് വരെ ഇങ്ങനെ ഒരു ബന്ധനം ഫീൽ ചെയ്യുക, കെട്ടി വെച്ചേക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെയുള്ളവരോടാ കർത്താവ് പറഞ്ഞേ, മോനെ അന്യായമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങ് അഴിക്കണം. ഫോൺ വിളിച്ചാണെങ്കിൽ ഫോൺ വിളിച്ച്, നേരിട്ടാണെങ്കിൽ നേരിട്ട്, ചെയ്തത് തെറ്റാണെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. എന്തുവാ? അന്യായമല്ലാതെ ചെയ്തത് മാത്രമല്ല, നുകത്തിന്റെ അമിക്കയറ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, സൗമ്യതയും താഴ്മയും.
എന്നോട് ചേർന്ന് എന്റെ കർത്താവ് പറയുന്ന ഒരു കാര്യം, എന്റെ മുഖം ഏറ്റുകൊണ്ട്. എന്താ കർത്താവിന്റെ മുഖം എന്ന് പറയുന്നുണ്ട്? സൗമ്യതയാ. സൗമ്യതയില്ലാത്ത അവസ്ഥ, എടുത്തുചാട്ടം, ദേഷ്യം, വൈരാഗ്യം. കർത്താവ് പറയാം അഴിക്കണം, ആ ബന്ധനമെല്ലാം അഴിക്കണം. അടുത്ത പറയുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ഇന്ന് ഞാൻ എല്ലായിടത്തും ഈ വാക്ക് പ്രസംഗിക്കുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠമുണ്ട്. മോളെ, പലപ്പോഴും പലരുടെയും വിഷയങ്ങളൊക്കെ കിട്ടുമ്പോ പ്രാർത്ഥിക്കുമ്പോ കർത്താവ് എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം, അവരോട് പറയുമ്പോ ഞാൻ പറയാറുണ്ട്, പലരുടെയും വിഷയത്തിന് കർത്താവിന് മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലരുടെ മറുപടി റെഡിയാ, പക്ഷെ കർത്താവിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എവിടാന്ന് യെശയ്യാവ് 60, ഈ നമ്മൾ പറഞ്ഞ യെശയ്യാവ് 59 ഇപ്പൊ ഞാൻ 58 വായിച്ചു. 59-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വേണം എന്റെ ചെവി മന്ദമായിട്ടല്ല. ഇനി അടുത്ത വാക്യാണ് അതിന്റെ ആൻസർ. എന്താ കർത്താവ് എന്റെ മറുപടി വൈകുന്നത്? എന്താ എനിക്ക് മറുപടി തരാത്തെന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. കേട്ടോ? എന്താ ഇവിടെ പറഞ്ഞേക്കുന്നേ? നിങ്ങളുടെ പാപങ്ങളാ ദൈവത്തിന്റെ മുഖം നമുക്ക് മറഞ്ഞിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നത്. എന്താ പാപം? ദൈവത്തിന് അനിഷ്ടമായി ചെയ്യുന്ന എല്ലാം പാപമാണ്. ദൈവത്തിന് അനിഷ്ടമുള്ളത് ചെയ്തു കഴിഞ്ഞിട്ട് ദൈവമേ ഉത്തരം തരണേ എന്ന് പറയുമ്പോൾ ദൈവം പറയും മോളെ ഉത്തരം തരാൻ പറ്റും. ഇന്ന് ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്നെ ഈ വാക്യം, രക്ഷിപ്പാൻ കഴിയാത്തവൻ എന്റെ കൈ കുറുകിപ്പോയിട്ടില്ലെന്ന ഈ വാക്യം എന്നെ പഠിപ്പിച്ചത് ഒരു പ്രാക്ടിക്കൽ ലെസണിൽ കൂടെ. ആ പ്രാക്ടിക്കൽ ലെസൺ ഇതായിരുന്നു. ഒരു ദിവസം എന്റെ 5 വയസ്സ് പ്രായമുള്ള എന്റെ മോന് പുറത്ത് കളിച്ചിട്ട് ഓടി വീട്ടിലോട്ട് കയറി വന്നു. കയ്യെ മുഴുവൻ മണ്ണ. ഓടി ചാടി ട്രാക്ടറൊക്കെ കളിച്ച് ഓടി മണ്ണിനകത്ത് കളിച്ച് ബോളൊക്കെ കളിച്ച് ദേഹം മൊത്തം ചെളിയായിട്ട് കയറി വന്നു. പുറത്തുനിന്ന് ഓടി വിളിച്ചിട്ട് എന്നോട് വാക്ക് പറഞ്ഞു, മമ്മി വിശക്കൊന്ന് എന്തെങ്കിലും എടുത്തു വെക്കാൻ. ഞാൻ നോക്കിയപ്പോ ഡിന്നർ ഉണ്ടാക്കുന്നതേ ഉള്ളൂ, വെന്ത് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അത് ഇച്ചിരി സമയം എടുക്കും, ഭയങ്കരമായിട്ട് വിശക്കുവാ. ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഓടിപ്പോയി ഒരു ആപ്പിളൊക്കെ കഴുകി മുറിച്ച് ഒരു പ്ലേറ്റിനകത്ത് വെച്ചു. ഞാൻ പറഞ്ഞു ഫുഡ് റെഡിയാ. അപ്പൊ ഈ വ്യക്തി ഓടി വരിക, പിന്നെയും ചോദിച്ചു മമ്മി എനിക്ക് കഴിക്കാൻ വേണം. ഞാൻ പറഞ്ഞു നിനക്ക് ആൻസർ റെഡി എവിടെ? അപ്പൊ ആപ്പിള് റെഡിയാ. പക്ഷെ ഞാൻ ഒറ്റ കാര്യം അവനോട് ആവശ്യപ്പെട്ടുള്ളൂ, പോയി കൈ കഴുകിയിട്ട് വരാൻ. അപ്പൊ ഈ കൊച്ചിന് കൈ കഴുകാൻ ഇഷ്ടമില്ല, കാരണം വിശപ്പ് കാരണം ഇപ്പൊ ഭക്ഷണം വേണം. കൈ കഴുകാൻ അത്രയും സമയം കൂടെ പോകും. അപ്പൊ ആള് പറയുക കൈ കഴുകാൻ പറ്റത്തില്ല, ഇപ്പൊ എനിക്ക് ആപ്പിള് തരണം. ഞാൻ പറഞ്ഞ ആപ്പിള് തരത്തില്ല, നീ പോയി കൈ കഴുകിയിട്ട് വരാൻ. അപ്പൊ ആള് വാശി, കൈ കഴുകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പോയി കൈ കഴുകിയിട്ട്. ഉടനെ ആളെന്ത് ചെയ്യും? ഓക്കെ പോയി കൈ കഴുകി. ഇഷ്ടത്തോടെ അല്ല കേട്ടോ, മനസ്സില്ലാ മനസ്സോടാ. ഓടി അങ്ങോട്ട് പോയി ടാപ്പ് തുറന്ന് കൈ അങ്ങോട്ടൊന്ന് വെച്ചിട്ട് ഓടി കൈ ഇങ്ങെടുത്തു. നോക്കിയപ്പോ വെള്ളം പറ്റിയോ? പറ്റി. കൈ കഴുകിയോ? പേര് കൈ കഴുകിയതുപോലെ, പക്ഷെ വൃത്തിക്കല്ല കഴുകിയത്. ഞാൻ ഇവിടെ ഇത് കണ്ടോണ്ട് നിൽക്കുക. ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഓടിപ്പോയി അവനെ പിടിച്ചു വെച്ച് പോയി കൈ കഴുകിച്ചു. കൈയുടെ ഇടയിലെല്ലാം നഖത്തിന്റെ ഇടയ്ക്കെല്ലാം മണ്ണൊക്കെ കളഞ്ഞ് സോപ്പിട്ട് കൈ കഴുകി അടുക്കളയിൽ കൊണ്ടുവന്ന് അവന്റെ ഫ്രണ്ടിലേക്ക് ഈ മുറിച്ചു വെച്ചിരിക്കുന്ന ആപ്പിൾ എടുത്തു കൊടുത്തിട്ട് അവനോട് കഴിക്കാൻ പറഞ്ഞു. അവൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് കൃത്യമായി സംസാരിച്ചത് ഈ വാക്യമാണ്, മോളെ രക്ഷിപ്പാൻ കഴിയാതവണ്ണം എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം എന്റെ ചെവി മന്ദമായിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? എന്റെ മോൻ എന്നോട് പറഞ്ഞൊരു വാക്കിന്റെ പുറത്താ, മമ്മി എന്താ ഇത്രയും വൈകിച്ചത് തരാൻ? ഞാൻ ചോദിച്ചപ്പോഴേ എന്താ എടുത്തു വെക്കാഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു നീ ചോദിച്ചപ്പോഴേ ആപ്പിൾ ഇവിടെ റെഡിയാ, മനസ്സിലായോ? എന്നിട്ട് എന്താ എനിക്ക് തരാഞ്ഞത്? ഞാൻ പറഞ്ഞു നീ കൈ കഴുകാതെ ഞാൻ തരത്തില്ല. അപ്പൊ എന്താ അത്രയും സമയം എടുക്കുവല്ലേ, വൈകുവല്ലേ, വിശപ്പിന് അത് കിട്ടുന്നില്ലല്ലോ. അപ്പോഴേ ഈ പരിശുദ്ധാത്മാവിനോട് ഈ വാക്യം പറഞ്ഞത്, മോളെ നീ ഇത് ജനത്തോട് പറയണം. ചിലരുടെ ചോദ്യം ഇതാ, എന്താ കർത്താവേ എന്റെ മറുപടി വൈകുന്നത്? അപ്പം പറയാ മോനെ നിനക്ക് കാണാം. ഇപ്പൊ എന്റെ മോനോട് ഞാൻ പറഞ്ഞു, മോൻ പറഞ്ഞൊരു വാക്കുണ്ട്, മമ്മി എന്റെ കയ്യിൽ ചെളിയൊന്നുമില്ലെന്ന്. അവനിത് ചെളിയായിട്ടൊന്നും തോന്നുന്നില്ല, മനസ്സിലായോ? അവന്റെ വിചാരം കൈ കൊണ്ട് വെള്ളത്തിലോട്ട് ഇട്ടിങ്ങി എടുത്തോണ്ട് വന്ന് കഴിച്ചാൽ മതിയെന്ന്. അവനിത് ചെളിയായിട്ട് തോന്നില്ല, പക്ഷെ അമ്മയ്ക്കറിയാം ഇത് ചെളിയായി, ഇത് ദോഷം ചെയ്യുന്നതാണ്. എന്താ ദോഷം? കൈ കഴുകാതെ കഴിച്ചാൽ എന്താ സിസ്റ്ററെ? ഒന്നുമില്ല, ആപ്പിളിന്റെ കൂടെ കുറെ അണുക്കളും കൂടെ വയറ്റിലോട്ട് ചെല്ലും. നന്മ കിട്ടിയോ? കിട്ടി. വിശപ്പ് മാറിയോ? മാറി. പക്ഷെ അല്പം കഴിയുമ്പോ ഉണ്ടല്ലോ, വിശപ്പ് മാറ്റി അതേ വയറ്റിൽ നിന്ന് തന്നെ അസ്വസ്ഥത വരാൻ തുടങ്ങും.
ചിലരെങ്ങനെയാ, നന്മ പ്രാപിച്ചോ കിട്ടി, കയ്യിലോട്ട് കിട്ടി, പക്ഷെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. നാളുകൾ പ്രാർത്ഥിച്ച ജോലിയാ, പക്ഷെ സ്വസ്ഥതയില്ല. നാളുകൾ പ്രാർത്ഥിച്ച് കിട്ടിയ മറുപടിയാ, പക്ഷെ സമാധാനത്തോടെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒറ്റ ആൻസറേ ഉള്ളൂ അതിന്. എന്താ സിസ്റ്ററെ കുഴപ്പം? ഒറ്റ കാര്യം, എവിടെയോ പാപം മറഞ്ഞു കിടപ്പുണ്ട്. അത് ദൈവത്തിന് കാണാൻ പറ്റും. ദൈവം എവിടാ നോക്കുന്നത്? കയ്യിൽ കൊച്ചു നോക്കുന്ന പോലല്ല. കർത്താവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. അവൻ നോക്കുമ്പോൾ ഹൃദയത്തിന്റെ അടിത്തട്ടി കിടക്കുന്ന ചില പാപങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമാ. ദൈവം അതുകൊണ്ടാ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാത്തവൻ എന്റെ കൈ ഉറിപ്പോയിട്ടില്ല. ആൻസർ ഇവിടെ റെഡിയാ പ്ലേറ്റില്. പക്ഷെ ശുദ്ധീകരണം പ്രാപിക്കാൻ തയ്യാറാണോ? എവിടെയാ ശുദ്ധീകരണം? ഇപ്പൊ ഞാൻ വായിക്കുക, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ എറിഞ്ഞു കളക. അടുത്ത വാക്യം കേട്ടോ, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. എന്താ പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക? പലപ്പോഴും നമ്മുടെ വാക്കുകൊണ്ട് അനേകർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ മക്കളോ മരുമക്കളോ ഭർത്താവോ ഭാര്യയോ അയലക്കംകാരോ സഭയിലുള്ളവരോ ഒന്ന് ജീവിതത്തിൽ നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവ്, എന്റെ വാക്ക് ആരെയെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടോ? എന്താ പീഡിപ്പിക്കുക? ഇവിടെ പറയാ, പീഡിതരെ നീ സ്വതന്ത്രരായിട്ട് വിട്ടയക്കാൻ. എന്ന് വെച്ചാൽ പീഡിപ്പിക്കുന്നത് നിർത്തണമെന്ന്, അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന്. ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ ദൈനംദിന ജീവിതത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ? വാക്കുകൊണ്ടും. എന്തുണ്ടാക്കി കൊടുത്താലും വാക്കുകൊണ്ട് പീഡിപ്പിക്കും, നന്മ പറയത്തില്ല. എന്ത് ചെയ്താലും കുറ്റം. അപ്പൊ എന്ത് ചെയ്യുക? ഭാര്യ അവിടെ കിടന്ന പീഡനം അനുഭവിക്കുക ഉള്ളില്. ഇത് കർത്താവിന്റെ സന്നിധി കാണുകയാ. നന്മ പ്രാപിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചില വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഇത് കേട്ടോ. ഞാൻ ഉദാഹരണം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ചില വീട്ടിൽ അമ്മായിമ്മയായിരിക്കും മരുമക്കളോട്. നമുക്കറിയില്ല. നിങ്ങളുടെയൊക്കെ അവസ്ഥകൾ നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്യുക സ്വയം. നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ള ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ എന്ന് പറയും, മക്കളെ, പീഡിതരെ ഒന്ന് സ്വതന്ത്രരായിട്ട് വിട്ടയക്കണേ. നിർത്താൻ പീഡനം, വാക്കുകൊണ്ടുള്ള പീഡനം സ്വതന്ത്രരായിട്ട് വിട്ടയക്കണം. അടുത്ത പറയുക, വിശപ്പുള്ളവന് എല്ലാ മുഖത്തെയും തകർക്കുക. കോപവും ക്രോധവും ശാഠ്യവും ഈർഷ്യവും ഒക്കെ മാറ്റണം. അടുത്ത പറയും, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ആഹാ, ഇങ്ങനെ ഉപവസിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? സിസ്റ്ററെ, ഞങ്ങൾ അന്യായ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് മുഖത്തിന്റെ അമിക്കയറുകളെ എറിഞ്ഞു കളഞ്ഞ് പീഡിതരെയൊക്കെ സ്വതന്ത്രരായിട്ട് വിട്ടുള്ള ഉപവാസത്തിന്റെ 9ാം ദിവസത്തിലാണ് ഞാൻ ഇന്നായിരിക്കുന്നത് പറയാൻ ധൈര്യമുള്ളവരെന്ന് കൈവരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാ സിസ്റ്ററെ ഞാൻ ഉപവസിക്കുന്നത്. എന്റെ വാക്കുകൊണ്ട്, എന്റെ പേര് കേട്ടാൽ ആരും കരയത്തില്ല സിസ്റ്ററെ. എന്റെ പേര് കേട്ടാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. സന്തോഷമാണെങ്കിൽ ഓർത്ത പീഡിതരെ സ്വതന്ത്രരായി വിട്ടയച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേര് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ മറ്റൊരാള്, അയ്യോ അവരുടെ പേര് പറയല്ലേ, ഓർക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവ് എന്ന് പറയാ, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം. എങ്ങനെ സ്വതന്ത്രരായി വിട്ടയക്കുന്നത്? ക്ഷമ കൊടുക്കാനുള്ളവർക്ക് ക്ഷമ കൊടുക്കണം, ക്ഷമ പറയാനുള്ളവരോട് ക്ഷമ പറയണം. ക്ഷമ പറയുകയും വേണം, ക്ഷമ കൊടുക്കുകയും വേണം. എന്നാലേ പീഡിതർ സ്വതന്ത്രരാകത്തുള്ളൂ. എന്നിട്ട് പറയാം, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. മറ്റൊരാളുടെ വേദനയിൽ കൂട്ടായ്മ കാണിക്കണം. അടുത്തത് പറയുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളണം. നമ്മൾ ചെയ്യാറുണ്ടോ? ഒരാൾ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ആയിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാറുണ്ടോ ഇത്? അടുത്ത് പറയുന്ന ഒരു വാക്ക്, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം. അടുത്തൊരു വാക്ക് ഞാനൊന്ന് എടുത്തു പറയുകയാണെ, അതുകൊണ്ടൊന്നും തോന്നല്ലേ. പറയുന്നത് പരിശുദ്ധാത്മ നിയോഗം തരുമ്പോൾ ഞാൻ അങ്ങ് പറയും. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കണം. അതിന്ന് പറയേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നേക്കുന്നത്. സഭയിലുള്ളവരുമായിട്ട് ഭയങ്കര സ്നേഹം, പുറത്തുള്ളവരുടെ മുമ്പിൽ നല്ല ആൾക്കാരാണ്, പക്ഷെ സ്വന്തം രക്തബന്ധങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യത്തില്ല. സ്വന്തം കൂടപ്പുറപ്പുകളുമായിട്ട് വൈരാഗ്യമാണ്. സ്വന്തം ചേട്ടനോടും അനിയനോടും നാത്തുവിനോടും മിണ്ടത്തില്ല. വസ്തുവിന്റെ പേരിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെയൊക്കെ പേരിൽ ഇപ്പോഴും പകയും വിദ്വേഷവും ഉള്ളി വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. മനസ്സിലായോ? ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാളുടെ വിഷയം പ്രാർത്ഥിക്കാൻ വന്നു. ആ വിഷയത്തിന്റെ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറയുന്നു, ഞാൻ അതുപോലെ അങ്ങ് പറയും. ഞാൻ പറഞ്ഞു, ആ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ, എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണോ. ഈ വാക്യം മാത്രം എനിക്ക് കിട്ടുന്നത്. ഞാൻ അതങ്ങ് പറഞ്ഞു. അപ്പൊ അങ്കിള് പറഞ്ഞു, ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല മോളെ.
ഞാൻ ആരെയും വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. എന്നാൽ പറഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോഴത്തേന് അങ്കിളുടെ ഉള്ളിലുള്ള രോക്ഷം പുറത്തു വന്നു. രോക്ഷം പുറത്തു വന്നപ്പോഴാണ് കാര്യം അറിയുന്നത്. അങ്കിൾ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. നാളുകളായിട്ട് പെന്തക്കോസ്തിലുള്ള ഒരു വ്യക്തിയാ, വിശ്വാസിയാ, പുറത്തുള്ള അവിശ്വാസിയല്ല. പറഞ്ഞൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. മോളെ, ഞാൻ ചോദിച്ചു അങ്കിളുടെ കൂടപ്പുറപ്പുകളുമായിട്ടൊക്കെ എങ്ങനെയാ സ്നേഹം, തറവാട്ടിലൊക്കെ പോകാറുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ തറവാട്ടിൽ കയറിയിട്ട് ഇന്നേക്ക് ഏതാണ്ട് 30 വർഷം ഒന്നുണ്ടായി. ഞാൻ എന്റെ സ്വന്തം തറവാട്ടിൽ പോയത്. എന്റെ അനിയനും കുടുംബം താമസിക്കാൻ പോകത്തില്ല. ഞാൻ ചോദിച്ചു എന്നാ ലാസ്റ്റ് പോയത്? അതെന്റെ അപ്പന്റെ അമ്മയുടെ ശവാടക്കിന് പോയതാണ്. പിന്നെ ഞാൻ ആ വീട്ടിലോട്ട് പോയിട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്ക്, ആ ശവാടക്കിന് പോലും പോകണമല്ലോ, മോൻ എന്ത് ചെയ്യുന്ന നാട്ടുകാർ ചോദിച്ചാൽ എന്ത് പറയും, അതുകൊണ്ട് പോയതാ. എനിക്ക് എന്റെ അപ്പനോടും അമ്മയോടും വരെ ദേഷ്യമാണ്. അപ്പനും അമ്മയും മരിച്ച് 50 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞെന്നിരിക്കും. ഇപ്പോഴും അസ്ഥിയും പൊടിയും കഴിഞ്ഞിട്ട് അപ്പനോടും അമ്മയോടും ഇപ്പോഴും ദേഷ്യ. ഞാൻ ചോദിച്ചു എന്താ അങ്കിളെ കാര്യം? അപ്പൊ അങ്കിള് പറയുക, മോളെ, എനിക്ക് 1 സെന്റ് സ്ഥലം കൂടെ എക്സ്ട്രാ കിട്ടേണ്ടതായിരുന്നു. ആ 1 സെന്റ് സ്ഥലം എന്റെ അനിയന് വഴിക്ക് എഴുതി വെച്ചു കൊടുത്തു. അപ്പൊ അനിയൻ വഴിക്കുള്ള ആ പുള്ളിയുടെ വസ്തുവിൽ നിന്ന് 1 സെന്റ് സ്ഥലം കൂടെ എക്സ്ട്രാ എടുത്തു വഴിക്ക്. അതിന്റെ പക 30 വർഷമായിട്ട് ഉള്ളി വെച്ചോണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കളെ, സ്വർഗത്തിൽ പോകാനിരിക്കുക, പാട്ടുപാടും ഈ ലോകത്തിൽ ഒന്നും വേണ്ടെന്ന്. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ, പാട്ടൊക്കെ അറിയാലോ. ഞാൻ അതുകൊണ്ട് എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം, നമ്മൾ നുണ പറയത്തില്ല, നുണ പാടുന്നു. അതിലൊരു നുണയെ ഇപ്പൊ ഞാൻ ഈ പാടിയത്, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, പക്ഷെ 1 സെന്റ് സ്ഥലം എന്റെ എടുത്താൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും, ഞാൻ പിന്നെ മിണ്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോഴേ അറിയത്തുള്ളൂ എവിടെയെങ്കിലും ഒക്കെ അന്യായം ചെയ്യുന്നുണ്ടോ എന്ന്. ഇവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. സ്വന്തം രക്തബന്ധങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കണം. ചിലരുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള പക ഉള്ളി വെച്ചിട്ട് അവർക്കൊരു വേദന വന്നാ പോകത്തില്ല, ആശ്വസിപ്പിക്കത്തില്ല, വിളിക്കത്തില്ല, മറ്റെല്ലാവർക്കും ഉപകാരം ചെയ്യും, പക്ഷെ സ്വന്തം രക്തത്തിന് ചെയ്യത്തില്ല. കർത്താവ് എന്താ നമ്മളെ പഠിപ്പിച്ചത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? എന്നിട്ട് പറയാ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. നിന്റെ ശത്രു എന്തെങ്കിലും തിന്നാൻ ചോദിച്ചാൽ അവൻ എന്ത് ചെയ്യണം? കൊടുക്കണം. വിശന്ന് വന്നാ കൊടുക്കണം. അപ്പൊ സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ പോലും ശത്രുവിനെ പോലെ കാണുന്നതെങ്കിൽ കർത്താവ് പറയാ, അവൻ കഴിക്കാൻ ചോദിച്ചാൽ നീ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? മനസ്സോടെ കൊടുക്കണം, പ്രാഗി കൊടുക്കരുത്. പരിശുദ്ധാത്മ ഇവിടെ പറയുക. ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോണേ, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസത്തിന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഇവിടെ പറയുക 6ഉം 7ഉം ബാക്കിയ കണ്ടീഷൻ. ഇനി ഓർത്തോണം. എനിക്ക് വിശുദ്ധ ബൈബിൾ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം, നമ്മുടെ ബൈബിളിലുള്ള എല്ലാ വചനങ്ങളുടെയും പ്രത്യേകത, എല്ലാ വാക്തത്വങ്ങളും പ്രോമിസുകളും കണ്ടീഷണൽ പ്രോമിസസ് ആണ്. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടാ വാക്തത്വം തരും. ഇനിയും തൊട്ടുള്ള വാക്യം ഞാൻ വായിച്ച നിങ്ങൾ എല്ലാവരും ഇതുവരെ നിങ്ങളുടെയൊക്കെ മുഖം ഇങ്ങനെ സങ്കടത്തോടെ ഇരുന്നത്. ഇനി നിങ്ങളെല്ലാം ചിരിക്കാൻ പോകുന്ന വാക്യങ്ങൾ വായിക്കാൻ പോവാ. ഉപവാസപ്രാർത്ഥനയുടെ നമ്മൾ പറഞ്ഞല്ലേ പവറിലേക്ക് ഒന്ന് വരാൻ പോവാ. പെട്ടെന്ന് നിർത്താം കേട്ടോ. ഇനിയുള്ളത് നമുക്ക് സന്തോഷം തരുന്ന വാക്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. അല്ലെ? നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷമായേനെ. പക്ഷെ അവിടെ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് എഴുതാൻ മറന്നില്ല. അപ്പോൾ. എന്താ അപ്പോളിന്റെ പ്രത്യേകത? നീ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ, പീഡിതരെ സ്വതന്ത്രരായിട്ട് വിട്ടയക്കുകയും അന്യായ ബന്ധനങ്ങളെ അഴിക്കുകയും ദുഃഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുകയൊക്കെ ചെയ്താൽ, ഞാൻ പറയുന്നത് പോലെ നീ ഉപവസിച്ചാൽ, ദൈവം പറയുക, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ വരും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. പതുക്കെ വരുമെന്നല്ല. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മ വിവേചിച്ച് തന്നെ പറയുക, ഒത്തിരി മുറിവുകളുണ്ട് ജീവിതത്തിൽ. പക്ഷെ നമ്മുടെ മുറിവ് നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, കർത്താവെ എന്നെ അവര് മുറിപ്പെടുത്തി, ഇവര് മുറിപ്പെടുത്തി, എന്നെ അവര് വാക്കുകൊണ്ട് വേദനിപ്പിച്ചു, ഇവര് വാക്കുകൊണ്ട് വേദനിപ്പിച്ചു. നമുക്കെപ്പോഴും നമുക്കേറ്റ മുറിവ് വലുതാ. അവരങ്ങനെ ചെയ്ത്, ഇവരിങ്ങനെ ചെയ്ത്, എന്നോട് അങ്ങനെ പറഞ്ഞു. നമ്മളിത് ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം ചോദിക്കാം, മോനെ മോളെ, നിന്റെ മുറിവ് നിനക്ക് വലുതാ, നല്ല കാര്യം, ഞാൻ കാണുന്നുണ്ട് ആ മുറിവ്, കാണാതിരിക്കുന്നില്ല. പക്ഷേ നീ മുറിപ്പിച്ച കുറച്ചു പേരുണ്ട്, നിന്റെ വാക്കുകൊണ്ട് മുറിപ്പെട്ടവരുണ്ട്.
അവരെ നീ സ്വതന്ത്രമായിട്ട് വിട്ടയച്ചാൽ നിന്റെ മുറിവുകൾക്ക് പൊറുതി വരും. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നിങ്ങൾ മുറിച്ചവരെ നിങ്ങൾ ഹീലിംഗിലേക്ക് നയിച്ചാൽ, നിങ്ങൾ ക്ഷമ പറഞ്ഞ അവരുമായിട്ട് നിരപ്പ് പ്രാപിച്ച കർത്താവ് പറയാ, നീ മുറിവ് കെട്ടിയാൽ നിന്റെ മുറിവും കെട്ടപ്പെടും. ഇത് നമ്മൾക്ക് നേരെ തിരിച്ചാ. കർത്താവ് എന്റെ വിഷയം, എന്റെ വേദന, എന്റെ മുറിവ്. കർത്താവ് പറയാ, ബൈബിൾ കണ്ടീഷണൽ വചനമാണ്. എന്നിട്ട് പറയാം, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരൂന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുക, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമാണ് ഉപവസിക്കുന്നതെങ്കിൽ വേഗത്തിൽ ചിലത് നടക്കും. കണ്ടീഷൻ അനുസരിക്കാതെ എത്ര ഇനി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നില്ല. അടുത്ത കാര്യം പറയുക, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും. നീ നിലവിളിക്കും. കേട്ടോണേ, യോവേലി പറഞ്ഞ നിലവിളിയിലേക്ക് വരിക. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്ക് ചെയ്ത്, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. ഞാൻ നിലവിളിക്കുമ്പോ, ഉദാഹരണം, ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് മമ്മിയേന്ന് വിളിച്ചാൽ മമ്മി പതുക്കെ വരത്തുള്ളൂ. എന്നാൽ ഞാൻ നിലവിളിച്ചോണ്ട് മമ്മിയെ ഓടി വായോ എന്ന് വിളിച്ചാലോ, എന്റെ മമ്മി ഇപ്പൊ ഓടി പാഞ്ഞു വരും ഇവിടെ. കാരണം അത് നിലവിളിയാ. ഇത് തന്നെ ഇവിടെ കർത്താവ് പറഞ്ഞേ, എന്റെ പാപം ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സാധാ ഒരു കരച്ചിലല്ല പുറത്തു വരുന്നത്, പകരം നിലവിളി വരും. എന്തുവാ? അപ്പാ പറ്റിപ്പോയി ദൈവമേ, എന്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ക്രമീകരണം പ്രാപിക്കേണ്ടത് ക്രമീകരണം പ്രാപിക്കണം, അന്യായമായി ചെയ്തതെല്ലാം നികത്തണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവ് പറയുക, അപ്പോൾ നീ വിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഇനിയും അടുത്ത വാക്യം കൂടെ ഞാൻ പറയുകയാണ്, നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്ത സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയണം. ഇത്രയും പറഞ്ഞു കഴിയുമ്പോ കർത്താവ് പറയാ, ഒരെണ്ണം വിട്ടുപോയി, അതും കൂടെ ഒന്നും പറഞ്ഞില്ലേ ശരിയാവത്തില്ലെന്ന്. എന്തുവാ? നമ്മൾ അറിയാതെയാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം, മറ്റൊരാളുടെ നേരെ വിരല് ചൂണ്ടി അവരുടെ കുറ്റം പറയും. എന്താ കുറ്റം? നമുക്കറിയത്തില്ല, നമ്മൾ ഊഹം വെച്ച് കുറ്റം പറയും. ഉറപ്പില്ല, അങ്ങ് പറയുക. ഇന്ന് ഒത്തിരി പേരുണ്ട് അങ്ങനെ വിരല് ചൂണ്ടി മറ്റുള്ളവരുടെ കുറ്റം പറയും. കർത്താവ് പറയാ, വിരൽ ചൂണ്ടുന്നതും വഷളത്ത സംസാരിക്കുന്നതും അറിഞ്ഞോ അറിയാതെ വീട്ടിലോ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ദൈവ പൈതലായ നിങ്ങളുടെ വായിൽ നിന്ന് വഷളത്തം, ദൈവത്തിന് അനിഷ്ടമായത് വരുന്നുണ്ടെങ്കിൽ നീക്കണം. അങ്ങനെ ചെയ്യുന്നവർക്കുള്ള ഗുണം എന്നാന്ന് പറയാം. അവിടെ പറയുക, വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കും, കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുക. ഇനി താഴോട്ടുള്ള വാക്യം ഞാൻ വായിക്കുന്നില്ല, അത് ഭയങ്കര അനുഗ്രഹമാണ്. ഈ വാക്യം എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്യ. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തി, വരണ്ട നിലത്തിൽ നിനക്ക് വിശപ്പടക്കി, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നമ്മുടെ അസ്ഥി ബലപ്പെടണമെങ്കിൽ മറ്റൊരാളുടെ അസ്ഥികൾക്ക് ബലം കൊടുക്കണം. അപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ സാരം ഇതാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. ഇങ്ങനെ ഉപവസിച്ചാൽ കർത്താവ് 11, 12, 13, 14 വാക്യങ്ങളിലുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് അയച്ചു തരും. അതിനകത്ത് തലമുറയ്ക്കുള്ള അനുഗ്രഹമുണ്ട്, ജോലി സംബന്ധമായ അനുഗ്രഹമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹമുണ്ട്, കുടുംബത്തിനകത്ത് വന്നേറേണ്ട അനുഗ്രഹമുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാവ് 58 പറഞ്ഞേക്കുകയാണ്. സിസ്റ്ററെ, ഇതെല്ലാം അനുഗ്രഹം എനിക്കിഷ്ടമാണ്. ഇത് പ്രാപിക്കാൻ എന്നാ ചെയ്യണ്ടേ? വ്യവസ്ഥ പ്രകാരം യെശയ്യാവ് 6, 7 വാക്യം ചെയ്താൽ മതി. 9 കൂടെ കൂട്ടി ഞാൻ അങ്ങ് പറയാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പറയരുത്, ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്താൽ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്താൽ, യോവേൽ 2 അവസാന വാക്യത്തിൽ പറയുക, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും, എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയും. അങ്ങനെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവർക്ക് യോവേൽ 2 പറഞ്ഞിരിക്കുന്ന കുറെ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു നിർത്തുക. 1, ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിക്കും, തൃപ്തി പ്രാപിക്കും. യോവേൽ 2 18 തൊട്ടുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നന്മ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ധാന്യവും വീഞ്ഞും വർദ്ധിക്കും, തൃപ്തി പ്രാപിക്കും. 2, ജാതികളുടെ ഇടയിൽ നിന്നയാക്കത്തില്ല. 3, ശത്രുവിനെ നശിപ്പിച്ചു കളയും, വൻ കാര്യങ്ങളെ ചെയ്യും, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കും, വൃക്ഷങ്ങളൊക്കെ ഫലം കായ്ക്കാൻ തുടങ്ങും. ഏതാ? മുന്തിരി, മത്തിയൊക്കെ. പിന്നെ പറയും 6-ാം വാക്യം, മുൻമഴ തന്നതുപോലെ പിന്മഴയും തരും, കളപ്പുരകൾ നിറയും, തിന്നുകളഞ്ഞ നഷ്ടപ്പെട്ട സമയം തിരിച്ചു കൊടുക്കും, ആത്മാവിനെ പകരും.
എല്ലാ ഉപവാസ പ്രാർത്ഥനകളിലും എല്ലാ മീറ്റിങ്ങിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ അങ്ങയുടെ വാഗ്ദത്തമാ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഈ വാക്യം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ശേഷമോ എന്നാ. അപ്പൊ ഉദാഹരണം നമ്മൾ പറയത്തില്ലേ, സദ്യ കഴിഞ്ഞ് പായസം ഉണ്ടെന്ന് പറയുക. സദ്യക്ക് മുമ്പ് ആരെങ്കിലും പായസം വിളമ്പുമോ? ആരെങ്കിലും പായസം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഊണ് കഴിയട്ടെ വിളമ്പാന്ന് പറയും, അതിന്റെ ശേഷം തരാമെന്ന്. നമുക്ക് പായസം ഏറ്റവും ഇഷ്ടം സദ്യയെക്കാളും. പായസം തരണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ പറയും ഒരു കണ്ടീഷനുണ്ട്, സദ്യ കഴിഞ്ഞാലേ തരത്തില്ല. ഇതുപോലെ ദൈവം പറയുക, ഹൃദയങ്ങളെ കീറി മുറിച്ച് ദൈവസന്നിധിയിൽ അനുതാപത്തോടും നിലവിളിയോടും കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, ആരൊക്കെ ഉപവസിക്കണമെന്നൊക്കെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. 2-ാം അധ്യായം 16-17 വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 18 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ അനുഗ്രഹമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ 18 വാക്യങ്ങൾ തൊട്ട് പറയുന്നതിനകത്ത് അനുഗ്രഹങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയാ, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഏത്? ഉപവാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അനുതാപത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന വ്യക്തികളോട്, ഞാൻ ഈ സൂമിൽ കാണുന്ന വ്യക്തികളോട് ഞാനൊരു കാര്യം പറയും, നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത തലമുറയുടെ മേൽ, അടുത്ത തലമുറ അഭിഷേകം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ വ്യവസ്ഥ പ്രകാരം മടങ്ങി വരണം. മാതാപിതാക്കൾ മടങ്ങി വരണം. മനസ്സിലായോ സിസ്റ്ററെ? ഞങ്ങൾ പാപം ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരും പറയരുത്. ഹൃദയത്തിൽ അറിഞ്ഞോ അറിയാതെ എവിടെയൊക്കെ പാപം വരുന്നുണ്ട്. മറ്റൊരാളോട് പകയായിരിക്കാം, വിദ്വേഷമായിരിക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് അത്, പക. നമ്മുടെ ഇടയിൽ പകകളുണ്ട്, പക അറിയാതെ വരിക. 1 യോഹന്നാൻ 3:14 പറയുക, സഹോദരനെ പകയ്ക്കുന്ന ഏവന് കുലപാതകനാകുന്നു. ഞാൻ കൊല ചെയ്തിട്ടില്ലെന്നൊന്നും ആരും പറയരുത്. എന്താ കുല? എനിക്ക് അയാളെ ഇഷ്ടമല്ല, ആ വ്യക്തി ഇഷ്ടമല്ല, ഐ ഹേറ്റ്, എനിക്ക് ആ വ്യക്തി ഇഷ്ടമല്ല. ഹൃദയം കൊണ്ട് 10 വട്ടം പറയുക, എനിക്ക് ആ വ്യക്തിയോട് കൂടി ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഞാൻ പോകത്തില്ലെന്നൊക്കെ ഹൃദയത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മ പറയും നിനക്ക് ആ വ്യക്തിയോട് വെറുപ്പാ. പക്ഷെ ആ വെറുപ്പ് കാണുന്ന ദൈവം പറയാ, നീ നിന്റെ സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കുന്ന ഓരോ നിമിഷവും നീ ആ വ്യക്തിയെ കൊന്നോണ്ടിരിക്കുക. ദൈവം അതിനെ കാണുന്ന കുലപാതകമായിട്ടാ. എന്നിട്ട് പറയുക, യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിലില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? അറിഞ്ഞോ അറിയാതെ ആരോടെങ്കിലും ഹൃദയത്തിനകത്ത് പകയോ വിദ്വേഷമോ വൈരാഗ്യമോ വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുക, വിട്ടുകളയണം. കർത്താവ് വ്യവസ്ഥയുടെ ദൈവം, അവസ്ഥയുടെ ദൈവമല്ല. വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്ന അവസ്ഥ മാറും. എന്നിട്ട് കർത്താവ് പറയും, ഇതാ എനിക്കിഷ്ടമുള്ള ഉപവാസം. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ ഒന്ന് മടങ്ങി വരാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുറുകി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ദൈവം പറയുക, എന്റെ കൈ കുറുകിയെന്നും എന്റെ ചെവി മന്ദമായെന്നും നിങ്ങൾക്ക് തോന്നാൻ കാരണം നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത്. എവിടെയൊക്കെയോ കൃത്യമല്ലാത്തത്, ദൈവത്തിന് അനിഷ്ടമായുള്ളത് ഹൃദയത്തിന്റെ അടിത്തട്ടുകളിൽ എവിടെയൊക്കെയോ മറഞ്ഞു കിടക്കുമ്പോൾ പരിശുദ്ധാത്മ വീണ്ടും വീണ്ടും പറയുക, മോനെ മോളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചാൽ എന്റെ കൈ വേഗത്തിൽ വേഗത്തിൽ മുറിവുകളെ കെട്ടും, എന്റെ കൈ വേഗത്തിൽ പ്രവർത്തിക്കും. അന്ധകാരത്തിന്റെ ഇടയിൽ ഒരു പ്രകാശമായി നിന്റെ വിഷയത്തെ ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ നിന്റെ തലമുറകൾ പുരാതന ശൂന്യങ്ങളെ പണിയും, അല്ലെങ്കിൽ ആകാശത്തിൽ വാഹനമേറ്റി ഓടിക്കുമാറാക്കും. ഈ നന്മകളൊക്കെ പ്രാപിക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം, ദുഃഖത്തിന്റെ അമിക്കയറുകളെ അഴിച്ചു കളയണം, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം, സ്വന്തം രക്തബന്ധങ്ങളായവർക്ക് മറയ്ക്കാതിരിക്കണം, വിശപ്പുള്ളവൻ ആഹാരം കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ ദൈവം പറയാ, ക്ഷണത്തിൽ വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് പൊറുതി വരുത്തും. മാത്രമല്ല യോവേൽ 2:10 തൊട്ടുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധാന്യവും വീഞ്ഞും അത്തിവൃക്ഷവും ഒലിവും മുന്തിരിയും അങ്ങനെ ഉള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ അങ്ങനെ അനുസരിക്കുന്നവരുടെ മേൽ കടന്നു വരും. എത്ര പേർക്ക് ഇന്നത്തെ ദൂതെ മനസ്സിലായി? വ്യവസ്ഥയുണ്ട് ദൈവത്തിന്, വ്യവസ്ഥ അനുസരിക്കുന്നവരുടെ മേൽ അനുഗ്രഹം വരും. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള 10 ദിവസം തൊട്ട് മുമ്പോട്ടുള്ള നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ വ്യവസ്ഥ പ്രകാരം ഉപവസിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വെറും പട്ടിണി അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ച്
അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിയുമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ടെസ്റ്റിമണി പറയാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. പാസ്റ്ററേ, ദൈവം പറഞ്ഞതുപോലെ ഞാൻ ഇരുന്നു, എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിഹാരം എനിക്ക് കാണാൻ കഴിഞ്ഞു, എന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവം വേഗത്തിൽ ചെയ്തു, വേഗത്തിൽ വിഷയങ്ങളുടെ മേൽ മറുപടി കാണാൻ തുടങ്ങി. ക്ഷമ കൊടുക്കേണ്ടവർക്ക് ക്ഷമ കൊടുക്കുക, ക്ഷമ പറയാനുള്ളവരോട് ക്ഷമ പറയുക. ആരോടെങ്കിലും വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുക, ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്താൽ ദൈവം പറയാം, ക്ഷണത്തിൽ ഞാൻ പ്രവർത്തിക്കും. ആർക്കും അത് തടുക്കാൻ പറ്റത്തില്ല. ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യോവേൽ 2 കുറിവാക്യത്തിലേക്ക് വരിക. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. എന്റെ ജനം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന അനുസരിക്കുന്നവൻ. ആകയാൽ ദൈവത്തിന്റെ ജനമായി ലജ്ജിച്ചു പോകാതെ ദൈവസന്നിധിയിൽ നമ്മൾക്കായിത്തീരാം. ദൈവം